നമസ്കാരം. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് സർവീസിൽ നിന്ന് വിരമിച്ച ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെട്ട് ഏകദേശം 4-5 വർഷമായി. ചില പ്രത്യേകതകൾ കൊണ്ടാണ് പരിചയപ്പെട്ടത്. ഞങ്ങൾ കനകക്കുന്നിൽ ഒരു മിയാവാക്കി ഫോറസ്റ്റ് വെച്ചപ്പോൾ അദ്ദേഹം സ്വമേധയാ അവിടെ വന്ന് ആ മരങ്ങളെല്ലാം നോക്കി ഞങ്ങൾക്ക് ചില നിർദ്ദേശങ്ങളൊക്കെ തരികയുണ്ടായി. വളരെ പ്രയോജനകരമായ ചില നിർദ്ദേശങ്ങളാണ്. എങ്ങനെ ഒരു ഫോറസ്റ്റ് വെച്ചുപിടിപ്പിക്കണം എന്നുള്ളതിൽ അദ്ദേഹത്തിൻ്റെ 10-30 വർഷത്തെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ തന്ന നിർദ്ദേശങ്ങളാണ്. അതിനുശേഷം കോവിഡ് വന്ന് അവിടെ എല്ലാം മൂടിപ്പോയി, വള്ളി കയറി മൂടി. ഞങ്ങളിത് എങ്ങനെ ക്ലീൻ ചെയ്യുമെന്ന് ആലോചിച്ചു. കാരണം ചില മരങ്ങളൊക്കെ വളരെ വലുതായിട്ട് വളർന്നു. അപ്പോൾ അദ്ദേഹം ഫോറസ്റ്റിൽ നിന്ന് അവിടെ താമസിക്കുന്ന കുറച്ച് ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട 1-2 ആളുകളെ, ഇതിലെ വിദഗ്ധരെ കൊണ്ടുവന്ന് അത് ക്ലിയർ ചെയ്യാൻ ഞങ്ങളെ സഹായിച്ചു. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹമായിട്ടൊരു സൗഹൃദം ആരംഭിക്കുന്നത്. അദ്ദേഹം 1987-86 മറ്റോ ഫോറസ്റ്റ് റേഞ്ചറായി സർവീസിൽ പ്രവേശിക്കുകയും 2023 അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്കിലെ കൺസർവേറ്ററായി വിരമിക്കുകയും ചെയ്ത ആളാണ്. കാരണം 30-36 വർഷത്തോളം അദ്ദേഹം ഈ കേരളത്തിലെ ഫോറസ്റ്റുകളിൽ തിരുവനന്തപുരം മുതൽ മലപ്പുറം വരെയുള്ള ഏരിയയിൽ പല ഫോറസ്റ്റുകളിലായിട്ട് സേവനമനുഷ്ഠിച്ചിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസുകൾ പലതും ഇപ്പോൾ ഈ കാട്ടിലെ പ്രശ്നങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ട്. നമുക്കതേക്കുറിച്ചൊന്ന് കേട്ടു നോക്കാം. സാറ് ഒരു 10-30 വർഷം ഫോറസ്റ്റ് വകുപ്പിൽ ജോലി ചെയ്തല്ലോ. 30 കൂടുതലുണ്ട്. 30 കൂടുതലുണ്ട്. 87 വന്നു, 23 ഇറങ്ങി. ഇടയ്ക്ക് ഒരു 2 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ 36 വർഷം അടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സാർ ഇത് ഈ ഫോറസ്റ്റ് വകുപ്പ് വേണമെന്ന് വെച്ച് വന്നാണോ, അതോ നമ്മൾ പല സർവീസ് നോക്കുന്ന കൂട്ടത്തിൽ ഫോറസ്റ്റ് കിട്ടി അങ്ങനെ വന്നാണോ? വനം പഠിക്കുന്ന കാലം തൊട്ടേ എനിക്ക് താല്പര്യമുള്ളൊരു വിഷയമായിരുന്നു. വനം കോളേജിൽ പഠിക്കുന്ന സമയത്ത് പല വനമേഖലകളും സന്ദർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വനത്തിലെ സർവീസ് തികച്ചും ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്ത് വന്നത് തന്നെയാണ്. മാത്രമല്ല, എൻ്റെ അടുത്ത സുഹൃത്തായ തമ്പി എസ് ദുർഗാദത്ത്, അദ്ദേഹത്തിൻ്റെ ബ്രദറില്ല ഒരു റേഞ്ച് ഓഫീസറായിരുന്നു. അപ്പോൾ ഇദ്ദേഹം നെയ്യാർ ഡാമിൽ ജോലി ചെയ്ത് വരവേ അവിടെ പലപ്പോഴും നമ്മൾ പോകുമായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ നേച്ചർ ഓഫ് ജോബ് എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് വനം വകുപ്പിലോട്ട് വരുന്നത്. സാറിൻ്റെ സബ്ജക്റ്റ് എന്തായിരുന്നു? പഠിച്ച വിഷയം കെമിസ്ട്രി ആയിരുന്നു. ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു വിഷയം പഠിച്ചു. മാത്രമല്ല, ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പറയാവുന്നൊരു കാര്യം, കോളേജിൽ പഠിക്കുന്ന സമയത്ത് അന്ന് അംബാസഡർ കാർ പുതിയത് എടുക്കുന്നത് പോണ്ടിച്ചേരി പോയി എടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അങ്ങനെ ഒരു സുഹൃത്തിനോടൊപ്പം പോണ്ടിച്ചേരി പോകുന്ന വഴിക്ക് ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഇങ്ങനെ ശിവനാടി, അഗസ്ത്യനാടി ഇങ്ങനെയൊക്കെ എഴുതി വെച്ചേക്കുന്നതുണ്ട്. അപ്പോൾ അവിടെ ഇറങ്ങി ബസ് നിർത്തി ചായ കുടിക്കുന്ന സമയത്ത് അവിടെ ചോദിച്ചപ്പോൾ അറിഞ്ഞത് നമ്മുടെ തമ്പ് ഇംപ്രഷൻ കൊടുത്താൽ പേര് വരെ പറയുമെന്നാണ്. അപ്പോൾ നമ്മൾ പോകുന്ന കാര്യം മുടക്കം വരുത്തേണ്ട, തിരിച്ചു വരുമ്പോൾ കയറാമെന്ന് വിചാരിച്ച് നമ്മൾ കാറുമായിട്ട് തിരിച്ചു വരുന്ന വഴി അവിടെ തങ്ങി. തങ്ങാൻ പ്രധാനമായിട്ടുള്ളൊരു കാരണം എൻ്റെ പേര് സണ്ണെന്നായതുകൊണ്ടും സണ്ണെന്നവർ പറയാൻ ഒരു മാർഗവും കാണൂല എന്നുള്ള ഉറച്ച വിശ്വാസം കൊണ്ടാണ് അവിടെ കയറിയത്. അവിടെ കയറി എൻ്റെ തമ്പ് ഇംപ്രഷൻ കൊടുത്തു. അദ്ദേഹം ഒരു ഓല എടുത്തുകൊണ്ട് വന്നിട്ട് ആദ്യം ചോദിച്ചു, ബ്രാഹ്മിനാണോ എന്ന് ചോദിച്ചു. ഞാനല്ല എന്ന് പറഞ്ഞു. അപ്പോൾ കൊണ്ടുവന്നത് തിരിച്ചു കൊണ്ടുവച്ചിട്ട് അടുത്തത് എടുത്തുകൊണ്ട് വന്നു. അടുത്തത് എടുത്തുകൊണ്ട് വരുമ്പം എൻ്റെ മനസ്സിൽ പറയുന്നത്, ഇത് ചിലപ്പോൾ രവിയെന്നോ പ്രഭാകരനെന്നോ മറ്റോ പറഞ്ഞാലും അത് തെറ്റാണെന്ന് പറയാനും പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇയാൾ വന്നിട്ട് പറയാണ്, സണ്ണെന്നാണോ പേരെന്ന്. അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. അത് കഴിഞ്ഞ് കുറേ കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു, വനം വകുപ്പിൽ ഉന്നത ഉദ്യോഗത്തിൽ ജോലി കയറുമെന്ന് പറഞ്ഞു. ജോലി ഭാഗം പറഞ്ഞപ്പോൾ അപ്പോൾ അന്നൊന്നും വനമായിട്ട് ഈ ജോലിയിൽ കയറണമെന്നുള്ള ചിന്തയൊന്നുമില്ല. പക്ഷേ ഇത് ഞാൻ അത്ര സീരിയസ് ആയിട്ട് എടുത്തതൊന്നുമില്ല. ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് കെമിസ്ട്രി കഴിഞ്ഞ് പിന്നെ പോയത് CA-ക്കാണ്. CA-യുടെ വേറൊരു ഫോമുണ്ട്, ICWA എന്ന് പറയും, കോസ്റ്റ് ആൻഡ് വർക്ക്സ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ CA-യുടെ കൂടെയുള്ള ഈ ഡഡ്ജറി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ICWA-യിലോട്ട് അങ്ങ് പോയത്. അപ്പോൾ ഒരു CA-യുടെ കൂടെ വർക്ക് ചെയ്യണ്ട. അവിടെ പോയി കോഴ്സൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ കഴിഞ്ഞ് നമ്മൾ ജയിച്ച് സർട്ടിഫിക്കറ്റുമായിട്ട് വരുന്നതല്ലേ. ഇത് ഓരോ ഗ്രൂപ്പ് കഴിഞ്ഞാൽ ഓരോ അറ്റംപ്റ്റിൽ കിട്ടണമെന്നില്ല. അപ്പോൾ 2-3 അറ്റംപ്റ്റ് കഴിഞ്ഞാണ് അക്കൗണ്ടൻസി തന്നെ കിട്ടുന്നത്. അങ്ങനെ
വന്നപ്പോൾ ഇത് റെഗുലറായിട്ട് കിട്ടാതെ വന്നപ്പോഴാണ് PSC പരീക്ഷകൾ ഓരോന്നായി എഴുതി തുടങ്ങി. അതിൻ്റെ കൂട്ടത്തിൽ വന്നതാണ് ഇങ്ങനെ ഒരു റേഞ്ചർ. അതും ആപ്ലിക്കേഷൻ കൊടുത്തു, ഡിവിഷണൽ അക്കൗണ്ടൻ്റായിട്ട് വന്നു. അതിൻ്റെ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ഞാനാണ്. ഞാൻ പോയില്ല. പക്ഷേ ഇത് റേഞ്ചർ കിട്ടിയോണ്ട് അന്ന് വീട്ടിൻ്റെ അടുത്തായിരുന്നു പബ്ലിക് ഓഫീസ്. അതുവഴി നടന്നു പോകുമ്പോൾ ഇങ്ങനെ ഡിവിഷണൽ അക്കൗണ്ടൻ്റ് എന്നൊക്കെ ഓരോരുത്തർ ഡെസിഗ്നേഷൻ എഴുതി വെച്ചേക്കുന്നത് കണ്ടിട്ട് ഞാൻ ഒരു ദിവസം അവിടെ കയറി ചെന്ന് ഇദ്ദേഹത്തിനെ കണ്ട് ചോദിച്ചു, എനിക്കിങ്ങനെ ഒരു സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്, എന്താണ് അഭിപ്രായം, ഇത് കൊള്ളാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇത് നമ്മുടെ അപ്പോയിൻ്റ് ചെയ്യുന്നത് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ്, നമ്മളെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലോട്ടും അയക്കും. അവിടെ ചെല്ലുമ്പോൾ നമ്മളൊരു ഔട്ട്കാസ്റ്റാണ്, അവിടുത്തെ ഒരു ജീവനക്കാരനായിട്ട് അവർ പരിഗണിക്കില്ല. അത് ഒന്ന്. രണ്ട്, അന്ന് അങ്ങേരെ അവിടുത്തെ സ്റ്റേറ്റിൽ 1-2 ഫിനാൻസ് ഓഫീസർമാരേ ഉള്ളൂ. ഇത് അവസാനം കിട്ടുന്ന പ്രൊമോഷൻ ഫിനാൻസ് ഓഫീസർ ഗ്രേഡ് 1 ആണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ടോപ്പ് പോസ്റ്റിൽ പോലും അങ്ങേർക്ക് വാഹനമില്ല. അപ്പം ഞാൻ പ്രൊഫഷനായിട്ടിരിക്കുമ്പോൾ എൻ്റെ ചാർജിൽ ലോറി വരെയുണ്ട്. അപ്പോൾ അങ്ങേര് പറഞ്ഞു, അങ്ങേർക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകണമെങ്കിൽ ഇപ്പം ചീഫ് എഞ്ചിനീയറുടെ അടുത്ത് ഒന്ന് ചോദിച്ച് അയാളുടെ വാഹനം തന്നാൽ പോകാം, അങ്ങനെ പറ്റുള്ളൂ. അപ്പം ഞാൻ നോക്കിയപ്പം അത് ഒരു ഭയങ്കര പ്ലസ് ആണ്. നമുക്ക് ഇഷ്ടമുള്ളിടത്ത് മൂവ് ചെയ്യാൻ. ഈ ലോറി ഉണ്ടെന്ന് പറയുമ്പോൾ ലോറി മാത്രമല്ല, മറ്റ് വാഹനങ്ങളുടെ കൂടെയാണ് ലോറിയും കൂടെ ഉള്ളത്. അത് വനംവകുപ്പ് എടുക്കാനുള്ള ഒരു പ്രേരണയായി. പിന്നെ അത് ഒന്ന്. അല്ലാതെ തന്നെ ഞാൻ വനംവകുപ്പിനോടൊരു ബയസ്ഡും കൂടെ ഉണ്ടായിരുന്നോണ്ട് പിന്നെ ഇതങ്ങ് വിട്ട് കളഞ്ഞു. അങ്ങനെ ടെസ്റ്റ് എഴുതി. അപ്പം CAയും വിട്ട് ഇതും വിട്ട്. ഈ CA കൊണ്ട് ഈ ടെസ്റ്റ് കിട്ടാൻ തന്നെ കാരണം ഈ അക്കൗണ്ടൻസിയിലും കൂടെ പ്രൊഫിഷ്യൻസി, സയൻസ് ഗ്രാജുവേറ്റിന് അക്കൗണ്ടൻസിയിലും കൂടെ പ്രൊഫിഷ്യൻസി വരുമ്പം അങ്ങനെയുള്ള ഒരാളിന് മാത്രമേ ഇത് നന്നായിട്ട് ക്ലിയർ ചെയ്യാൻ ഒക്കുള്ളൂ. ലാംഗ്വേജ് വേണം, മാത്സ് വേണം, അക്കൗണ്ടൻസി വേണം. ഈ 3 കോമ്പിനേഷൻ കൂടെ ഒരുമിച്ച് കിട്ടാൻ പാടാണ്. മാത്സ് അറിയാവുന്ന ആളിന് അക്കൗണ്ടൻസി അറിയാൻ ഒക്കില്ല, അക്കൗണ്ടൻസി അറിയാവുന്ന ആളിന് മാത്സ് അറിയാൻ ഒക്കില്ല, ഈ രണ്ടും അറിയാവുന്ന ആളിന് ലാംഗ്വേജും പറ്റൂല. ഇത് കിട്ടാതെ വന്നപ്പോൾ ഇടയ്ക്ക് MAക്കും കൂടെ രജിസ്റ്റർ ചെയ്തു. അപ്പോൾ ലാംഗ്വേജും ഉണ്ട്. അപ്പം അങ്ങനെയാണ് നമ്മുടെ ഇത് കഴിഞ്ഞിട്ട് സാറേ, ഈ സർവീസ് വന്നു കഴിഞ്ഞിട്ടേ ഈ വനം വകുപ്പിൽ ഇരിക്കുമ്പം ശരിക്കും ഈ ചെടികളുമായിട്ട് റിലേറ്റഡ് കുറെ എക്സ്പീരിയൻസ് കാണുമല്ലോ. അപ്പൊ അത് സാറേ ഓർക്കുന്ന കുറച്ച് കാര്യങ്ങളൊന്നും പറയാമോ? ചെടികളുമായിട്ടുള്ളൊരു ബന്ധം സർവീസിൽ വരുന്നതിന് മുമ്പേ തന്നെ എനിക്കുണ്ട്. അതിൽ ഒരു കാരണം, എൻ്റെ ഗ്രാൻഡ് ഫാദർ ഒരു വൈദ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഈ ഔഷധ സസ്യങ്ങളെ കുറിച്ച് കണ്ടാൽ തിരിച്ചറിയാമായിരുന്നു. അതിൻ്റെ ഉപയോഗങ്ങളും എനിക്ക് അറിയാവുന്നത് കൊണ്ടും കൂടിയാണ് ഞാൻ നേരത്തെ സോഷ്യൽ ഫോറസ്ട്രിയുടെ കാര്യം പറഞ്ഞ പോലെ ഓരോ ചെടിയും അതിൻ്റെ മുന്നിലൊരു ബോർഡ് വെച്ച് ഇതിൻ്റെ കോമൺ നെയിം ഇന്നതാണ്, ശാസ്ത്രീയ നാമം ഇന്നതാണ്, ഇത് ഇന്ന അസുഖത്തിന് ഇതിൻ്റെ ഏത് ഭാഗം ഏത് രീതിയിൽ പ്രയോജനപ്പെടുത്താം എന്നുവരെ എഴുതി വെച്ചിരുന്ന് 2009 ഇവിടെ കുളത്തൂപ്പുഴ എത്ര ചെടി അങ്ങനെ 320 ചെടികൾ. ഞാൻ പലയിടത്തും യാത്ര ചെയ്ത് ഇത് കിട്ടാത്ത പല ഔഷധ സസ്യങ്ങളും ഈ മരുത്തുവാമലയെന്ന് വരെ പോയി കൊണ്ടുവന്ന് അവിടെ വെച്ചിരുന്നു. കുളത്തൂപ്പുഴ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് 320 ചെടികൾ. അപ്പൊ അതിന് സന്ദർശകരുണ്ടാകും ഈ ഔഷധ ചെടികൾ? ഇപ്പോഴും സന്ദർശകരുണ്ടെന്ന് മാത്രമല്ല, ആയുർവേദ മെഡിക്കൽ കോളേജുകളിലെ കുട്ടികളെ എല്ലാം കൃത്യമായിട്ട് അവരിവിടെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ഇറ്റാലിയൻ സ്റ്റുഡന്റ് വരെ അവിടെ വന്ന് ഇത് കണ്ട് നമ്മുടെ ബുക്കിൽ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്, വിസിറ്റേഴ്സ് ബുക്കിൽ. അങ്ങനെ ഒരു സംഭവം. ഒരു ഫോറിനർ സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു, ഫോറിൻ സിറ്റിസൺ. ഈ കുളത്തൂപ്പുഴ കഴിഞ്ഞിട്ടാണോ സാർ ഈ അരിപ്പയില് കുറച്ചു കാലം? അരിപ്പയിലാണ് സർവീസ് തുടങ്ങുന്നത്. അരിപ്പയിൽ അധ്യാപകനായിട്ടാണ് തുടങ്ങുന്നത്. തുടങ്ങി വന്നവയെ പിന്നെ 6 മാസം ആവുന്നതിന് മുമ്പ് KFDCയിലോട്ട് പോവുകയും പിന്നെ ഒരു 5 വർഷത്തോളം KFDCയിൽ പല സ്ഥലത്തായിട്ട് ജോലി ചെയ്യും. ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. സാർ ഈ അരിപ്പയിൽ മറ്റേ ഇദ്ദേഹം ഒരു ചന്ദനത്തോട്ടം വെച്ചു പിടിപ്പിച്ചിരുന്നു. അത് സാറ് ആ സമയത്ത് അവിടെ ഉണ്ടോ? അറിയാം. ആ സമയത്തിൽ ഈ ചന്ദനം വെച്ച് പിടിപ്പിക്കുന്നത് 2010 അടുപ്പിച്ച കാലത്താണ്. അത് അരിപ്പയെന്ന് കുളത്തൂപ്പുഴ പോകുന്ന വഴിക്ക് കണ്ടഞ്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത് ഓയിൽ പാമിൻ്റെ എസ്റ്റേറ്റിനകത്തൂടെ പോകുമ്പോൾ KFDCക്ക് കുറച്ച് സ്ഥലമുണ്ട്. അവിടെ അന്ന് അസിസ്റ്റന്റ് മാനേജരായിരുന്ന ശ്രീ നാപ്പൻ നായരാണ് ഒരു പുസ്തകം എഴുതിയ ആളാണ്. അദ്ദേഹമാണ്
ഈ ചന്ദനം വെച്ച് പിടിപ്പിച്ചതും അദ്ദേഹത്തിൻ്റെ തനതായിട്ടുള്ള പരിശ്രമം കൊണ്ട് മാത്രമാണ് 100% ഇപ്പോഴും സർവൈവലുണ്ട്. ഇത് വിജയിപ്പിച്ചെടുക്കാനായിട്ട് ഇദ്ദേഹം തന്നെ പല മരങ്ങളും പരീക്ഷിച്ച് ഇതിന് ചന്ദനം ഒരു റൂട്ട് പാരസൈറ്റാണ്. അപ്പോൾ വേറൊരു മരം ശേഖരിക്കുന്ന ഭക്ഷണം അതിൻ്റെ വേരിൽ നിന്ന് വലിച്ചെടുക്കുന്ന ഒരു കള്ളനാണ് ചന്ദനച്ചെടി. അപ്പം അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മരം പോലും ഇദ്ദേഹത്തിൻ്റെ സർവീസിൽ നിന്ന് കണ്ടുപിടിച്ചെടുത്ത് അവിടെ വെച്ച് വളരെ വിജയകരമാക്കിയെടുത്ത് അഗസ്ത്യയാണ് ഏറ്റവും മെച്ചപ്പെട്ടതെന്ന് മേട്ടുപ്പാളയത്തുള്ള ഫോറസ്ട്രി കോളേജിലെ അധ്യാപകരും അവിടുത്തെ വിദ്യാർത്ഥികളും പല ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ കൂടെ കണ്ടെത്തിയിട്ടുണ്ട്. അഗസ്ത്യച്ചീര സെസ്ബേനിയ ഗ്രാൻഡിഫ്ലോറ എന്നാണ് അതിൻ്റെ. വെള്ളയാണ്. വെള്ളയും ചുവപ്പിനും വലിയ വ്യത്യാസം വരില്ല, കാര്യം അതിൻ്റെ മറ്റ് ഇതെല്ലാം ഒരുപോലെ ഇരിക്കും. പക്ഷേ പൊതുവിൽ ഒരു നാട്ടിലൊരു വിശ്വാസം വെള്ളകിലാണ് ചന്ദനത്തിന്റെ ഏറ്റവും നല്ല ഒരു ഹോസ്റ്റ് ട്രീ എന്നാണ് വിശ്വാസം. ഇദ്ദേഹം തൈയായിട്ടിരിക്കുമ്പോൾ തൊട്ടാവാടിയാണ് ഉപയോഗിച്ചിരുന്നത്. തൊട്ടാവാടിയിലാണ് ഈ തൈ കരുത്തുറ്റതായിട്ട് കയറി വന്നതായിട്ട് അദ്ദേഹം തന്നെ നിരീക്ഷിച്ചിട്ടുള്ളത്. മാത്രമല്ല ഈ ചന്ദനത്തിൻ്റെ ഒരു സിൽവിക്കൾച്ചർ, അതായത് ഇതിൻ്റെ ശാസ്ത്രീയ പരിപാലനക്കുറിച്ച് ആ രീതിയെക്കുറിച്ച് ആതന്റിക്കായിട്ട് ഒരു പുസ്തകം തയ്യാറാക്കിയത് ശ്രീ നാഗപ്പനാണ്. അല്ല, നമ്മുടെ ഇപ്പൊ മറയൂർ ചന്ദനം ഉണ്ടല്ലോ, സ്വാഭാവികമായിട്ട് വളരുന്നല്ലേ? കേരളത്തിൽ വേറെ ഒരു സ്ഥലത്തും അങ്ങനെ വളരുന്നു? ഇല്ല, വേറെ സ്ഥലത്തും വളരുന്നുണ്ട്. അത് ഈ ചെറിയ തോതിൽ എന്ന് പറഞ്ഞാൽ വവ്വാലുകളാണ് ഇതിന്റെ കാ ഭക്ഷിച്ച് പറന്നു പോകുന്ന വഴി, ഇതിന്റെ വിസർജ്യം വഴി പലയിടത്തും ഈ വിത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത്. ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തോട്ട് ഇതിന്റെ വിത്തുകളും തൈയും വിതരണം ചെയ്യപ്പെടുന്നത് പക്ഷികളിലൂടെയാണ്. അങ്ങനെ പലയിടത്തും വന്നിട്ടുള്ളതിൽ ചാലക്കുടിയിൽ വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റിയുള്ള ചന്ദനമാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ചാലക്കുടിയിൽ നിന്ന് വാഴച്ചാലിലോട്ട് പോകുന്ന വഴി പല സൈഡിലും ചെറിയ രീതിയിൽ നാച്ചുറലായിട്ട് ചന്ദനം വന്നു. ഞാൻ അങ്ങനെ എവിടെയൊക്കെ കണ്ടിട്ടുണ്ട്. ഈ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ചില കുന്നുംപുറത്തൊക്കെ ഈ ചന്ദനം തുടർച്ചയായിട്ട് വളരുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ തെമ്മലയിലും നാച്ചുറലായിട്ട് ചന്ദനമുള്ള സ്ഥലമാണ്. അല്ല, നമ്മൾ ഈ ടൗണിലൊക്കെ തന്നെ പോലും ചില ബിൽഡിങ്ങുകളുടെ കോമ്പൗണ്ടിൽ ഒരു 5-6 ചന്ദനം നിൽക്കുന്നു, ആ തരത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. പലരും വീട്ടിൽ അറിയാതെ വളർന്നു വരുന്നതാണ് ചന്ദനം. അറിഞ്ഞുകൊണ്ട് ആരും ചന്ദനം വെക്കാറില്ല. കാരണം ഇത് മൂപ്പെത്തുന്നതിന് മുമ്പേ ആവശ്യക്കാരൻ കൊണ്ടുപോകും. കാര്യം ഈ ഉടമസ്ഥനേക്കാൾ നന്നായിട്ട് അറിയാം ഇത് ആവശ്യക്കാരന്. അതിന്റെ കറക്റ്റ് ടൈം ആകുമ്പോൾ ആവശ്യക്കാരൻ ഇത് കൊണ്ടുപോകും. പക്ഷേ ഇത് ഒരു തോട്ടമായിട്ട് ഇങ്ങനെ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയെടുത്ത ഇദ്ദേഹം നാഗപ്പനായർ സാറിന്റെ തോട്ടം മാത്രമേ അങ്ങനെ ഒരു സംഭവമുള്ളൂ. നാഗപ്പനാണ് 100% വിജയത്തോടുകൂടി ഒരു തോട്ടം ശരിയാക്കിയിട്ടുള്ളത്. പക്ഷേ അതിന്റെ ഒരു അപ്രീസിയേഷൻ വകുപ്പിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല എന്നുള്ളത് പറയാതെ വയ്യ. പിന്നെ സാർ, നമ്മളിപ്പോൾ ഈ ഫോറസ്റ്റിലെ സ്പീഷീസുകൾ കുറഞ്ഞു വരുന്നുണ്ടല്ലോ. ഇപ്പോൾ ആളുകൾ വെട്ടിയും തെളിച്ചും നമ്മൾ എസ്റ്റേറ്റ് തുടങ്ങിയൊക്കെ ആയിട്ട് പോകുന്നുണ്ടല്ലോ. അപ്പം ഇത് ഇപ്പോൾ പരിഹരിക്കാനുള്ള ഒരു സംഘടിത ശ്രമം വല്ലതും നടക്കുന്നുണ്ടോ? അതായത് പഴയ സ്പീഷീസുകൾ മുഴുവൻ നിലനിർത്താനും പുതിയത് വെച്ചുപിടിപ്പിക്കാനും ഒക്കെ ആയിട്ട്. അത് ആ വിഷയത്തിലോട്ട് കടക്കുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും പറയാൻ പറ്റുന്നത് ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിലോട്ട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ മനുഷ്യന് ഉപദ്രവകാരിയായിട്ട് വരുന്നത് ആനയാണ്. ആനയെ സംബന്ധിച്ചിടത്തോളം ആനയുടെ പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത് ഈറ്റയാണ്. ഈറ്റയുടെ എന്തു കൊണ്ടാണ് കാരണം എന്ന് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണെങ്കിലും റാന്നിയിലെ കാടുകളിൽ വളരെ സുലഭമായി ഉണ്ടായിരുന്ന ഒരു ഐറ്റമാണ് ഈറ്റ. അവിടെ നിന്ന് പലപ്പോഴും പേപ്പർ കമ്പനിക്കൊക്കെ ഒരുപാട് ഈറ്റ വെട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിലും പിൻകാലത്ത് അത് വളർന്നു വന്നിരുന്നു. പക്ഷേ കഴിഞ്ഞ ഒരു 10-20 വർഷത്തെ ഒരു അതുവഴി യാത്ര ചെയ്യുമ്പോഴുള്ള അനുഭവപ്രകാരം ഈറ്റ ഒരുപാട് കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ കേരളത്തിലെ വനങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു വനപ്രദേശമാണ് റാന്നി. ഈ റാന്നിയിൽ ഈറ്റയ്ക്ക് ഇത്രയും ശോഷണം വന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും ശോഷണം മറ്റ് ഈറ്റ പ്രദേശങ്ങളിലും ഉണ്ടായിരിക്കും. അത് ഒരു പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടോ ഇത് വെട്ടിയെടുക്കുന്നതിൽ വന്ന പാളിച്ച കൊണ്ടോ
മറ്റു കാരണങ്ങൾ കൊണ്ടോ ആകാം. ഈ ഈറ്റ കുറഞ്ഞു എന്നുള്ള ഒരു കാരണം ആനയുടെ ഭക്ഷണത്തിലെ പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് ഈറ്റ. അപ്പം ആനയുടെ ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി കുറയുമ്പം അത് മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളിലോട്ട് തിരിയും. അത് കാട്ടിൽ സുലഭമല്ലാതെ വരുന്നത് കൊണ്ട് അത് അവസാനം മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിൽ വന്ന് അവസാനിക്കുന്നത്. നമ്മൾ പറഞ്ഞു തുടങ്ങിയത് സ്പീഷീസിൻ്റെ ശോഷണമാണ്. പല സ്ഥലങ്ങളിലും മണ്ണൊലിപ്പ് കാരണവും ശാസ്ത്രീയപരമായിട്ടുള്ള പരിപാലന രീതിയുടെ അഭാവം കൊണ്ടും പല സ്പീഷീസുകളും നശിച്ചു പോയിട്ടുണ്ട് തിരിച്ചു വരാത്ത വിധം. ഇപ്പോൾ നമ്മൾ പ്രധാന പ്രശ്നമായിട്ട് പറയാവുന്നതെന്ന് പറയുന്നത് ഇപ്പം നടുന്ന പലതും അതിന് യോജിച്ച പ്രദേശത്തല്ല നടുന്നത്. നട്ടാൽ പെട്ടെന്ന് മുളച്ച് വരുന്നത് നടുന്നത് കൊണ്ട് പലരും ഈ ശാസ്ത്രത്തിൽ അഗാധ പാണ്ഡിത്യം ഇല്ലാത്ത ഉദ്യോഗസ്ഥരുടെ അഭാവം പല തട്ടുകളിലുമുണ്ട്. അത് പറയാതെ വയ്യ. ആ ഒരു അഭാവം ഉള്ളതുകൊണ്ട് ഒരാൾ ചെയ്യുന്നത് ഈ പ്ലാന്റേഷനിൽ തൈ ഉണ്ടെന്നുള്ളത് ശരിയാണെങ്കിലും പക്ഷേ അത് തിയറിറ്റിക്കലായിട്ട് തെറ്റായിരിക്കും. വെക്കുന്ന സ്ഥലം അവിടെ വെക്കാൻ പാടില്ലാത്ത സാധനമായിരിക്കും അവിടെ നിൽക്കുന്നത്. അതുകൂടെ കറക്റ്റ് ചെയ്യാൻ ശേഷിയുള്ള ഉദ്യോഗസ്ഥരുടെ ഒരു അഭാവം നിലനിൽക്കുന്നുണ്ട്. ഞാൻ ആക്ച്വലി സാറിനെ പരിചയപ്പെടുന്നത് അങ്ങനെയാണ്. ഞങ്ങൾ കനകുന്നിൽ മിയാവാക്കി വെച്ച് കുറച്ച് കഴിഞ്ഞ സമയത്ത് സാറ് സ്വമേധയെ അവിടെ വന്നിട്ട് ഈ ചെടികൾ നോക്കിയിട്ട് ഈ ഇന്ന ചെടികൾ ഇതിനിടെ വെക്കുന്നത് ശരിയല്ല എന്ന് അങ്ങനെയാണ് ഞാൻ സാറിനെ പരിചയപ്പെടുന്നത്. സാർ ഓർക്കുന്നുള്ളത് അറിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ മിയാവാക്കിയിൽ ആ കോവിഡ് സമയത്ത് കനകുന്ന് അടച്ചിട്ടിരുന്നതുകൊണ്ട് ഇത് മുഴുവൻ വള്ളി കയറി മൂടിപ്പോയി. അപ്പോൾ സാറ് 2 ആദിവാസി സഹോദരന്മാരെ കൊണ്ടുവന്ന് നമ്മുടെ ഈ വള്ളിയും വെട്ടി ഈ ഓവർഗ്രോൺ ആയിട്ടുള്ള ശിഖരം നമ്മൾ വെട്ടി. സാധാരണ ആൾക്ക് അത് കയറി വെട്ടാൻ ഒക്കെയില്ല. അവർക്ക് അവരുടെ ഒരു ട്രൈബൽ അവരുടെ അവർ അത് കയറി അതിന്റെ ചില്ലകൾ വെട്ടി മാറ്റുകയൊക്കെ ചെയ്തായിരുന്നു. അങ്ങനെയാണ് സാറിനെ പരിചയപ്പെടുന്നത്. സാർ ഇപ്പൊ ഇതുപോലെ ഈ കുളത്തുപ്പുഴ നഴ്സറി പോലെ പിന്നെ കേരളത്തിന്റെ വേറെ ഏതെങ്കിലും ഭാഗത്ത് ഇതുപോലെ വല്ല എന്തെങ്കിലും ഒരു വെച്ചുപിടിപ്പിക്കലോ സംഭവങ്ങളോ നടന്നിട്ടുണ്ടോ? ഇതുപോലെ സോഷ്യൽ ഫോറസ്ട്രിയിൽ ആശ്രാമം മൈതാനത്തിന് ചുറ്റും 3 നിരയായിട്ട് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് 2009 മറ്റോ ആണ് തുടങ്ങിയത്. ഇപ്പോൾ അത് ഏതാണ്ട് ഒരു മിയാവാക്കി ഫോറസ്റ്റ് പോലെ ആയിട്ടുണ്ട്. എല്ലാ ദിവസവും ആളുകൾ ഇതിന്റെ തണലിൽ കൂടെ രാവിലെയും വൈകുന്നേരവും ഉച്ചയ്ക്ക് നടക്കാവുന്ന രീതിയിലായിട്ടുണ്ട്. അവിടെ ഞങ്ങൾ മിയാവാക്കി വെച്ചിട്ടുണ്ട്. മാവിലൊക്കെ നിറച്ച് മാങ്ങയുണ്ട്. 5-6 വർഷമായി തോന്നുന്നു. മിയാവാക്കി വെച്ചിട്ട് 4 വർഷമായി. സാറിന്റെ ഈ മരങ്ങൾ അവിടെ ഉണ്ട്. ആ മരമുണ്ട്. അത് മാത്രമല്ല കൊല്ലത്ത് വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് അഡ്വഞ്ചർ പാർക്കിൽ കുറേയേറെ തന്നെ റെയറായി വംശനാശം നേരിടുന്ന കുറച്ച് കണ്ടലുകൾ വെച്ച് പിടിപ്പിക്കുകയുണ്ടായി. വെച്ച് പിടിപ്പിച്ചതിലും പ്രത്യേകതയുണ്ട്. അനേകം വർഷങ്ങൾക്ക് മുമ്പ് കണ്ടൽ വെട്ടുന്നതിനെതിരെ സമരവുമായിട്ട് മുന്നോട്ട് വന്ന പ്രൊഫസർ രവി, അദ്ദേഹത്തിന് കൊല്ലം എസ് എൻ കോളേജിലെ പ്രൊഫസറായിരുന്ന ഡോക്ടർ രവി അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു. ആ രവി സാറാണ് ഈ കണ്ടലിന്റെ നടിയിൽ ഉദ്ഘാടനം ചെയ്തത്. എന്തിനാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്? അത് കണ്ടലില് വെട്ടി നശിപ്പിക്കുന്നതിനെതിരെ സമരം ചെയ്തതിന് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു. അദ്ദേഹത്തിനെ കൊണ്ടുവന്നാണ് ഈ നടിയിൽ ഉദ്ഘാടനം ചെയ്തത്. അത് കണ്ടലിനെ പുസ്തകമൊക്കെ അദ്ദേഹം എഴുതിയിട്ടില്ലേ? അദ്ദേഹം കണ്ടലിനെ കുറിച്ചും മറ്റ് ഇതിനെ കുറിച്ചും ഒക്കെ എഴുതിയിട്ടുണ്ട്. അതിലൊരു ബുക്കാണ് കണ്ടലിനെ കുറിച്ചുള്ളത്. അറിയില്ല, കേട്ടിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ തന്നെ ജീവിതത്തിൽ മറക്കാനാവാത്ത സംഭവമായിട്ട് എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു സംഭവം നടക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല എന്ന്. ഈ കണ്ടൽ വെട്ടുന്നതിനെതിരായിട്ട് സമരം ചെയ്ത് ജയിലിലാവുകയും അതേ ആള് തന്നെ വന്ന് കണ്ടൽ നട്ട് ഉദ്ഘാടനം, അതും സർക്കാരിന്റെ പരിപാടിക്ക് തന്നെ കൊണ്ടുവന്ന് ഇത് ചെയ്യുകയും ചെയ്തു. അതുപോലെ ഈ സുനാമിയെ തുടർന്ന് ഈ കടലോരങ്ങളിലെല്ലാം കാറ്റാടി വെച്ച് പിടിപ്പിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് എറണാകുളം ജില്ലയിലും കൊല്ലത്തും വളരെ. കാറ്റാടിക്ക് സുനാമിയെ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. കാറ്റാടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്
എത്ര ഉപ്പും എത്ര കാറ്റും അത് സ്റ്റാൻഡ് ചെയ്യും. അത് നടാൻ തന്നെ കാരണം പോണ്ടിച്ചേരിയിലെ കടലോരങ്ങളിൽ കാറ്റാടി ഉണ്ടായിരുന്നു. ഈ കാറ്റാടി ഉണ്ടായിരുന്നിടത്തൊന്നും അന്ന് സുനാമി വന്നപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് കാറ്റാടി നമ്മൾ ഇവിടെ റെപ്ലിക്കേറ്റ് ചെയ്തത്. ജപ്പാനിൽ എവിടെ കാറ്റാടി മറിഞ്ഞു പോകുമെന്ന് ഞാൻ എവിടെയോ വായിച്ചു, പക്ഷെ എനിക്കറിയില്ല കൂടുതൽ. അല്ല, മാത്രമല്ല ഞാൻ തന്നെ കാറ്റാടി നട്ടെടുത്ത് പിന്നെ പോയി കണ്ടപ്പോൾ ആ മണ്ണിൻ്റെ സ്വഭാവം തന്നെ മാറിയിട്ടുണ്ടല്ലേ. കളിമണ്ണിലാണ് നമ്മൾ കാറ്റാടി നട്ടത്. ഏതാണ്ട് 6 വർഷം കഴിഞ്ഞ് ഞാൻ ഈ ഇൻട്രസ്റ്റിൽ പോയി നോക്കി ഈ സ്ഥലം. മണ്ണെല്ലാം നല്ല കറുത്ത മണ്ണായി, ഫോറസ്റ്റ് സോയിലായിട്ട് മാറി. മണ്ണിന് കറുപ്പ് നിറം വന്നു. വെറും കളിമണ്ണായിരുന്നു. അതായത് ഡ്രഡ്ജ് ചെയ്ത മണ്ണ് കൊണ്ടിട്ട സ്ഥലത്താണ് കാറ്റാടി എടുത്തത്. അപ്പൊ അതിന്റെ ആ സോയിൽ കെമിസ്ട്രി കാര്യമായിട്ട് ചേഞ്ച് വന്നു. മാത്രമല്ല അതിന് കുറച്ചൊരു ടൂറിസം അട്രാക്ഷനും വന്ന് ഒരുപാട് ആളുകൾ വൈകുന്നേരം വന്ന് അവിടെ ഇരുന്നു തുടങ്ങി. ഈ കല്യാണം കഴിഞ്ഞ് പലരും വന്ന് ഈ വീഡിയോ എടുക്കാൻ വരുന്നത് ഇപ്പൊ കാറ്റാടി കാടുകളിലാണ്. സാർ, അതുപോലെ ഈ സാറ് മറ്റേ ഈ ഹിമാലയത്തിൽ നിന്ന് കുറച്ച് ചെടികൾ സാമ്പിൾ ഈ ഡെറാഡൂൺ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് മറ്റേ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് പിടിപ്പിച്ചാൽ അതൊന്ന് പറയാമോ? ഏതൊക്കെയാണ് അത്? ക്യാൻസറിന് ഉപയോഗിക്കുന്ന ഒരു മരുന്ന് ടാക്സസ് ബക്കേറ്റ എന്ന് പറഞ്ഞൊരു ഇനം ചെടിയുണ്ട്. അതൊന്ന്. 2 സിൽവർ ഫിർ എന്നറിയപ്പെടുന്ന എബീസ് പെൻഡ്രോ. 3ാമത് ഫോസിൽ ട്രീ എന്നറിയപ്പെടുന്ന ഒരു സ്പീഷീസ്. അതിൻ്റെ പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. ബൈലോബ എന്നാണ് അതിൻ്റെ സ്പീഷീസ് നെയിം. അതിൻ്റെ ജനറിക് നെയിം ഇപ്പോൾ ഓർക്കുന്നില്ല. അങ്ങനെ 4 തൈകളാണ് മൂന്നാർ KFDC യൂണിറ്റിൻ്റെ കീഴിലുള്ള മീശപ്പുലിമുലയിലേക്കുള്ള യാത്രാമധ്യേ ബേസ് ക്യാമ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്താണ് ഇത് നട്ടിട്ടുള്ളത്. ഇത് നടാൻ കാരണം ഒരു പക്ഷേ ഹിമാലയത്തിലെന്നും പോയി ഇത് കാണാൻ പറ്റാത്ത വനശാസ്ത്ര വിദ്യാർത്ഥികൾക്ക് ഈ മരം കാണാൻ ഒരു അവസരമായിക്കോട്ടെ എന്ന് വിചാരിച്ച് നട്ടതാണ്. മരങ്ങൾ 1-2 മരങ്ങളെങ്കിലും ഇപ്പോഴും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഈ 2 വർഷം മുമ്പ് വരെ അന്ന് മൂന്നാർ KFDCയുടെ ഡിവിഷണൽ മാനേജർ ആയിരുന്നവരെയൊക്കെ വിളിച്ച് ചോദിക്കുമായിരുന്നു, ഇങ്ങനെ 2 മരം അവിടെ നിൽപ്പുണ്ടോ എന്ന്. ഇപ്പോഴത്തെ MDയും എന്നോട് ഉറപ്പ് തന്നിട്ടുണ്ട് അവിടെ 2 മരം ഉണ്ടെന്ന്. ബേസ് ക്യാമ്പിൽ ഇങ്ങനെ 2 റെയറായിട്ട് മരം നിൽപ്പുണ്ടെന്നുള്ളത് ഇപ്പോഴത്തെ KFDC MD ആയ ശ്രീ മാത്തച്ചൻ അവർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സാർ, നമ്മളിപ്പോൾ ഈ ഫോറസ്റ്റിൽ നിന്ന് വിത്ത് ശേഖരിച്ച് ഫോറസ്റ്റ് തന്നെ കിളിപ്പിച്ചെടുക്കുന്ന ഒരു രീതിയുണ്ടോ? അത് ആ തരത്തിൽ ഈ ചെടികളെ ഇപ്പോൾ നമുക്ക് ഇതൊക്കെ നഷ്ടപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സ്പീഷീസ് അങ്ങനെ ഏതെങ്കിലും വെച്ചതിൻ്റെ ഏതെങ്കിലും ഒരു ഓർമ്മയോ? അങ്ങനെയാണ് ശരിക്കും വെക്കേണ്ടത്. ചില മീറ്റിങ്ങുകളിൽ ഒരു തമാശയായിട്ട് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, വനം വകുപ്പിൻ്റെ സിൽവികൾച്ചറിസ്റ്റ് എന്ന് പറയുന്നത് ഈ ഫോറസ്റ്റ് സീഡ് വെൻഡേഴ്സ് ആണെന്ന്. കാര്യം അവർക്ക് ഒരു സീസണിൽ കിട്ടുന്ന വിത്തുകളെല്ലാം ചാക്കി കയറ്റി പാർസൽ ചെയ്ത് കൊണ്ടുവരും. ഈ പണ്ട് ശവപ്പെട്ടിയെക്കുറിച്ച് പറയുന്നത് പോലെ ഈ വാങ്ങിക്കുന്നവൻ ഉപയോഗിക്കുന്നവൻ അറിയുന്നില്ല എന്ന് പറയുന്ന പോലെ ഈ വിത്ത് വാങ്ങിക്കുന്നവന് ഇതിനെക്കുറിച്ചൊരു ഗ്രാഹ്യമില്ല. അത് നടന്നവനും ഇത് എന്തായി തീരുമെന്ന് അറിയില്ല. കൊല്ലത്തിരിക്കുമ്പോൾ 100 ബെഡ് വരെ ഞാൻ അത് ബില്ല് വെട്ടി കംപ്ലീറ്റ് ഒരു പൈസയും കൊടുക്കാതെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. കുട്ടികൾക്കായിട്ട് വിതരണം ചെയ്യാനായിട്ട് അവർ മഴമരത്തിൻ്റെ ആണ് തൈകൾ എടുത്തേക്കുന്നത്. അവസാനം ഇത് എടുത്ത ആളിനോട് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ ഇതിൻ്റെ ഒരു മരം കൊണ്ട് വയ്ക്കുമോ? അത് തന്നെ വനം വകുപ്പിൽ നിന്ന് മുകൾ തട്ടിൽ നിന്ന് താഴ്ത്തട്ടിലേക്ക് ഒരു നിർദ്ദേശം കൊടുക്കാത്തത് കൊണ്ടാണ് ഇവർ കിട്ടുന്ന വിത്തെല്ലാം എടുത്ത്. എനിക്ക് മഴമരത്തെ കുറിച്ച് അറിയില്ല. എന്താണ് മഴമരത്തിന്റെ പ്രശ്നം? എന്താണ് മഴമരത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത്? അത് ഒന്നാമത് അതൊരു എക്സോട്ടിക് മരമാണ്. രണ്ടാമത് ഇത് വളർന്നു വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് 1-1.5 ഏക്കർ അങ്ങ് ഒരു മരം തന്നെ അങ്ങ് നിറയും. അതിന്റെ കീഴിൽ വേറെ ഒന്നും വരില്ല. ഇതിന്റെ ഒരു പാർശ്വഫലമാണ് നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നമായിട്ടുള്ള വയനാട് ഒരു അതിൻ്റെ പേരങ്ങ് മറന്നുപോയല്ലേ, ഒരു കാഷ്യ വർഗത്തിൽപ്പെട്ട ഒരു സെന്ന. ഈ സെന്ന എന്ന് പറയുന്നത് ഇവര് കണിക്കൊന്ന എന്ന് പറഞ്ഞ് വാങ്ങിയത് മറ്റേ
വിത്ത് കച്ചവടക്കാർ കൊണ്ട് കൊടുത്തത് സെന്നയായിരുന്നു. കണിക്കൊന്നയാണ് ഇവർ നടാൻ ഉദ്ദേശിച്ചത്. ഈ വിത്ത് പരിചയം ഇല്ലാത്ത കണ്ട് തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ടോ വിത്ത് പാകുന്ന സമയത്ത് ഇവർ വരാത്തത് കൊണ്ടോ ഈ സാധനമെല്ലാം സെന്നയാണ് ഈ നഴ്സറി എടുക്കുകയും ഈ നഴ്സറിയിൽ നിന്ന് ഇതെല്ലാം കാട്ടിനകത്ത് ഈ വേക്കൻറ്റ് പാച്ചുകളിലൊക്കെ കൊണ്ട് നടുകയും ചെയ്തു. അങ്ങനെയാണ് ഇപ്പൊ സെന്ന വയനാട് മുഴുവനായത്. പിഴുതു മാറ്റാനായിട്ട് ഇപ്പൊ നാഷണൽ പ്രോജക്റ്റോ മറ്റോ വരുന്നുണ്ട്. അത് അവര് ചെയ്ത് പരാജയപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത്. അതായത് അതിൻ്റെ ബാർക്ക് ചെത്തിക്കളയുന്നു. ബാർക്ക് ചെത്തിക്കളയും, അത് മരം ഉണങ്ങിപ്പോവും എന്നാണ് ഇവർ വിശ്വസിച്ചത്. ചെത്തിക്കളഞ്ഞ പലതും ഇപ്പോഴും അവിടെ തന്നെ നിൽപ്പുണ്ട്. അതിന് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ചെറിയ JCB ഡിപ്പാർട്ട്മെൻറ്റ് വാങ്ങുക. 3 ഷിഫ്റ്റ് വെച്ച് ഡ്രൈവർമാർ കാഷ്വൽ ലേബറേഴ്സിനെ എംപ്ലോയ് ചെയ്യുക. അവരിത് എടുത്തു മാറ്റുക, അത് പുൾ ഔട്ട് ചെയ്യുക, ഇത് എവിടെയെങ്കിലും കൂട്ടിയിട്ട് കത്തിക്കുക. ഇത് ഇങ്ങനെ ഒരു റൗണ്ട് ഇയർ പ്രോസസ്സായിട്ട് നടന്നാലേ ഇത് കംപ്ലീറ്റ് മാറ്റാൻ ഒക്കുള്ളൂ. അല്ലാതെ ഈ പറയുന്ന ഡീബാർക്കിംഗ് കൊണ്ടൊന്നും, ഡീബാർക്ക് ചെയ്താലും ഇതിൻ്റെ വേരിൻ്റെ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അറ്റത്തു നിന്നൊക്കെ മുളച്ചു വരും. ഓ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അല്ലേ സാറേ? ഇവിടെ ഈ തെന്മലയായിരുന്നപ്പോൾ സാർ കുളം കുഴിച്ചല്ലോ. ആ കുളത്തിന്റെ ഒരു ഡിസൈൻ ഇച്ചിരി ഡിഫറെന്റ് ആണല്ലോ. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തെന്നുള്ളതെന്ന്, അല്ലെ എന്തുകൊണ്ട് നമ്മൾ കുളം കുഴിക്കുമ്പോൾ എങ്ങനെ കുഴിക്കണം ഈ ഫോറസ്റ്റിനടുത്ത് എന്നൊന്നും? അത് ഒരു ജോലി ചെയ്യുന്ന ആളിന്റെ ഒരു താല്പര്യം, അദ്ദേഹത്തിന് ഇതിനോട് ഉള്ള ഇൻട്രസ്റ്റ് ആണ് അതിന്റെ കുളത്തിനൊരു പേരുണ്ടാക്കിയെടുക്കുന്നത്. ഈ കുളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ അതിൻ്റെ ഒരു ഡിസൈൻ പേപ്പറിൽ വരച്ച് എക്സിക്യൂട്ട് ചെയ്യുന്ന ആളിന് കൊടുത്തു. ഇത് എങ്ങനെയുള്ള സ്ഥലത്താണ് കുളം കുഴിക്കുന്നതെന്നും പറഞ്ഞു കൊടുത്തു. അതായത് 2-3 മലകൾ വന്ന് ഈ ഫണൽ ഷേപ്പിൽ ഇരിക്കുന്നിടത്ത്, വളഞ്ഞിരിക്കുന്നിടത്ത് ആ വളവുള്ളതിൻ്റെ ഭാഗത്ത് ഏറ്റവും ആഴത്തിൽ കുഴിക്കുകയും അവിടെ നിന്ന് ഒരു മുഴുവൻ ലെവൽ വരാതെ സ്ലാൻഡ് ഷേപ്പിലാണ് കുളം കുഴിച്ചിട്ടുള്ളത്. സ്ലാൻഡ് ഷേപ്പിൽ കുഴിക്കുന്നത് കൊണ്ട് 2 ഉപയോഗമാണ്. ഈ സ്ലാൻഡ് തീരുന്നത് വരെ മാത്രം ഉള്ള ക്വാണ്ടിറ്റി അവിടെ നിൽക്കുകയുള്ളൂ. അത് മാത്രം മതി. എക്സസ് വെള്ളം വന്നു കഴിഞ്ഞാൽ പിന്നെയും പ്രശ്നമാണ്. ഈ വെള്ളം പോകാനായിട്ട് ഈ സ്ലാൻഡ് കഴിഞ്ഞതിന് ശേഷം ഒരു സ്ലാൻഡ് താഴോട്ടുകൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഇതിൻ്റെ ലെവല് ഒരു ലിമിറ്റിൻ്റെ മുകളിൽ പോകില്ല. മുകളിൽ പോകുന്നത് ഇത് ഓവർഫ്ലോ ചെയ്ത് പോകത്തക്ക രീതിക്ക് ചെയ്തിട്ടുള്ളതാണ്. അത് ഒരു മാൻ മെയ്ഡ് റിവർ സിസ്റ്റമായിട്ട് ഇപ്പോഴും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. തെന്മല ഡിവിഷനിലുണ്ട്. 2019 ആ കുളം കമ്മീഷൻ ചെയ്ത കുഴിച്ചെടുക്കുന്നത്. 6 മാസം കഴിഞ്ഞ് അവിടെ പോയി നോക്കിയപ്പോൾ അതിനകത്ത് മീൻ വരെ വന്നിട്ടുണ്ട്. അത് പുഴയിൽ നിന്ന് ഇങ്ങോട്ട് കയറി, പുഴയിൽ നിന്ന് മീൻ മേളിൽ കയറി മുട്ടയിട്ട് ഏതാണ്ട് എൻ്റെ ഫോറാമിൻ്റെ അത്ര നീളമുള്ള മീൻ വരെ കാണാൻ സാധിച്ചു. കാണാൻ പറ്റി. കുളം വിജയമാണെന്ന് ബോധ്യം. സാധാരണ ഫോറസ്റ്റ് ഏരിയയിൽ കുളം കുഴിക്കുമ്പോൾ കുളത്തിനകത്ത് മറ്റു മൃഗങ്ങൾ വീണ് ചാവുകയാണ് പതിവ്. ഇതിപ്പോ ഇതിൽ വീണ് കഴിഞ്ഞാൽ ഈ ചെരിഞ്ഞായതുകൊണ്ട് അത് സ്ലോപ്പ് ഉള്ളതുകൊണ്ട് ഏത് മൃഗം വീണാലും നടന്നു കയറി പോകത്തക്ക രീതിക്കാണ് അതിന്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സാർ, ഇപ്പോൾ ഈ ഫോറസ്റ്റ് ഇരിക്കുമ്പോൾ ഒരു സർക്കാർ ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ, പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. കാരണം ഈ പൊതുജനങ്ങളും ഈ തടിമോഷണം, കാട് കത്തിക്കല്, അതുപോലെ ഈ പറഞ്ഞ പോലെയുള്ള ഈ വിത്ത് മാറിപ്പോലെ ഒത്തിരി പ്രശ്നങ്ങളുള്ള ഒരു സ്ഥലമാണല്ലോ. അപ്പൊ അവിടെ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എത്ര ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്താലും കുറെയൊക്കെ നമുക്ക് തട്ട് കിട്ടും, അല്ലെങ്കിൽ ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ. സാറിന് അങ്ങനത്തെ എന്തെങ്കിലും ഒരു ദുരനുഭവം വല്ലതും ഇതിൽ ഈ സർവീസിൽ ഓർക്കാനുണ്ടോ? ഈ ഫോറസ്റ്റിന്റെ രസകരമായിട്ടുള്ളൊരു ദുരനുഭവം പറയാനുണ്ട്. നെയ്യാർ ഡാമിൽ ജോലി ചെയ്തു വരവേ അവിടെ നമുക്ക് ചീങ്കണ്ണി വളർത്തൽ കേന്ദ്രമാണ് ഉള്ളത്. പലപ്പോഴും നാട്ടുകാർ പരാതി പറഞ്ഞ് പാമ്പ് കയറി എന്ന് പറഞ്ഞ് പരാതി വരുമ്പോൾ പാമ്പ് പിടുത്തക്കാരെയും കൊണ്ടുപോയി ഈ പാമ്പിനെ കൊണ്ടുവന്ന് പാമ്പിനെയും സൂക്ഷിക്കുന്ന പതിവുണ്ടായിരുന്നു അവിടെ. അങ്ങനെ ഇരിക്കെ ഒരു പെരുമ്പാമ്പ് അടുത്ത ദിവസം നോക്കിയപ്പോൾ കൂട്ടിൽ കാണുന്നില്ല. ഇത് വലിയ വിഷയമായി. ഈ പാമ്പ് എങ്ങോട്ട് പോയി, ആരെങ്കിലും എടുത്തുകൊണ്ട് പോയതാണോ എന്നും പലർക്കും സംശയമായി. ഞാനവിടെ കൂട് പൂട്ടിയിട്ടിരിക്കില്ലേ? കൂട് കംപ്ലീറ്റ് നെറ്റ് ഇട്ട് പൂട്ടിയിട്ടേക്കാണ്. പൂട്ടിയ നെറ്റാണ്, മെഷ് ചെയ്തിട്ടുണ്ട്, തറ കോൺക്രീറ്റുമാണ്. അത് പോകാൻ മാർഗമൊന്നുമില്ല.
അപ്പോൾ ഞാനും പാമ്പ് എവിടെ പോയി എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കെ ആണ് ഞാൻ അറിയുന്നത് പാമ്പിനെ ഞാനാണ് കൊണ്ടുപോയതെന്ന് പറഞ്ഞ് ഒരു കഥ പരക്കുന്നതായിട്ട്. അതെൻ്റെ മേലുദ്യോഗസ്ഥനും അതിൻ്റെ മേലുദ്യോഗസ്ഥരും കൂടെ മെനഞ്ഞുണ്ടാക്കിയ കഥയാണ്. ഞാനും നെയ്യാർ ഡാമിൻ്റെ അടുത്ത് താമസിക്കുന്ന ഒരു വൈദ്യരും കൂടെ ഈ പാമ്പിനെ കൊണ്ടുപോയി ലേഹ്യമുണ്ടാക്കി തടി വയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ചു എന്നാണ് എനിക്ക് പിന്നെ വെളിയിലെ കഥ മനസ്സിലാക്കാൻ സാധിച്ചത്. അതൊക്കെ ഒരു രസകരമായിട്ടുള്ളൊരു അനുഭവമായിട്ട് ഞാൻ മെലിഞ്ഞിരുന്നതായതുകൊണ്ട് കേട്ടവരെല്ലാം അത് പലരും വിശ്വസിച്ചു. പക്ഷേ അതൊരു രസകരമായിട്ടേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അത് കാര്യം ഞാൻ ചെയ്യാത്തതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് അതിലൊന്നും തോന്നിയതുമില്ല. അപ്പോൾ സാർ ഇപ്പോൾ ഈ കാട്ടിലെ ഈ വെള്ളത്തിന്റെ സോഴ്സുകൾ ഇപ്പോൾ വറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അതിന് ഇപ്പോൾ എന്താണ് നമ്മളൊരു പരിഹാരമായിട്ട്? ഈ സാർ ഇപ്പോൾ കുളം കുഴിച്ച കാര്യം പറഞ്ഞു. ഇതേപോലെ വ്യാപകമായിട്ട് അങ്ങനെയുള്ള എന്തെങ്കിലും, അല്ലെങ്കിൽ ഈ മൃഗങ്ങളെല്ലാം തിരിച്ച് വെള്ളത്തിന് വേണ്ടി വീണ്ടും നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു അവസ്ഥ വരികയല്ലേ? അതായത് നമ്മൾ കാട്ടിനകത്ത് ആവശ്യത്തിന് വെള്ളം കരുതൽ ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാം. ചെറിയ ചെറിയ സ്ട്രീംസ് ഉണ്ടായിരുന്നു. സ്ട്രീംസ് എല്ലാം ഈ ഒരുപക്ഷെ ഈ മുമ്പത്തേക്കാളും ഒക്കെ വെയിലിന് ചൂട് കൂടുതലായതുകൊണ്ട് അരുവികളെല്ലാം നേരത്തെ വറ്റും. അപ്പൊ കാര്യമായിട്ടുള്ള മാറ്റം ആവശ്യമായ ഒരു സന്ദർഭമാണത്. ശരിക്കും ഉൾക്കാടുകളിലൊക്കെ ഇതുപോലെ ജീവികൾക്ക് വേണ്ടി വേണമെങ്കിൽ കാടുണ്ടാക്കി അല്ലെങ്കിൽ കുളം ഉണ്ടാക്കി വെള്ളം കൊടുത്താൽ അതൊക്കെ അവിടെ നിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. നമ്മൾ ഈ പുറത്തേക്ക് ഉണ്ടാകാതെ. 2017 വേനൽക്കാലത്ത് ഞാൻ നിലമ്പൂർ സൗത്ത് DFO ആയിരുന്നു. ആ സമയത്ത് വെയിൽ അധികരിച്ചു വന്നതിനെ തുടർന്ന് കുളമെല്ലാം വറ്റിപ്പോയി. അപ്പം അകത്ത് വെള്ളമില്ലാത്തതുകൊണ്ട് കാട്ടിനകത്ത് സഞ്ചരിച്ച് പോകവേ ഈ നാച്ചുറലായിട്ട് ഒരു ഡിപ്രഷൻ കണ്ടു. ആ ഡിപ്രഷനിൽ ടാർപ്പാളിൻ വിരിച്ച് വെളിയിൽ നിന്ന് ടാങ്കറിൽ വെള്ളം കൊണ്ടുവന്ന് ഒരു ആർട്ടിഫിഷ്യൽ പോണ്ടാക്കി മാറ്റി. എത്ര ആഴമുണ്ട് അത്? അത് ഒരു 3 അടിയോളം ആഴം വരുള്ളൂ. ചെറിയ ആഴം, വലിയ കുഴിയല്ല. വലിയ കുഴിയാണെങ്കിൽ മൃഗങ്ങൾ അതിൽ പെട്ടുപോകും. അതുകൊണ്ട് ഒരു 3 അടി ആഴമുള്ളൊരു ട്രഫ് പോലത്തെ ഒരു ഏരിയ സെലക്ട് ചെയ്ത് അവിടെ ടാർപ്പാളിൻ വിരിച്ച് അതിനകത്ത് വെള്ളം നിറച്ചു. അത് 3 ദിവസത്തിൽ ഒരു പ്രാവശ്യം വെച്ച് വെള്ളം നിറച്ചുകൊണ്ടിരുന്നു. അതിന് ഒരു സർവേലൻസ് ക്യാമറ വെച്ചു. ക്യാമറയിൽ മൃഗങ്ങളുടെ എല്ലാം ദൃശ്യം കിട്ടി. അതിൽ ആന തൊട്ട് പെരുമ്പാമ്പ് വരെ ഉള്ളതും ഉണ്ടായിരുന്നു. മാത്രമല്ല പെരുമ്പാമ്പ് മാനിനെ പിടിക്കുന്ന ഒരു സീൻ പോലും അതിൽ കിട്ടിയിരുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇത്തരം കുളങ്ങൾ ശരിക്കും പറഞ്ഞാൽ വേണമെങ്കിൽ ആളുകൾക്ക് അല്ല, അതൊരു ലാസ്റ്റ് റിസോർട്ടാണ്. മറ്റേത് നമുക്ക് പെർമനന്റ് ആയിട്ടുള്ള ഒരു കുളമാണ് വേണ്ടത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എമർജൻസി IC യൂണിറ്റ് ട്രീറ്റ്മെന്റ് ആണ്. അല്ല സാറേ, ഞാൻ പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ ആനയൊക്കെ ഇങ്ങോട്ട് വരുന്ന വെള്ളം ഇല്ലാത്തതുകൊണ്ട് ആനയ്ക്കൊക്കെ ഒറ്റ പ്രാവശ്യം 250 ലിറ്റർ വെള്ളമാണ് വേണ്ടത്. അത് ഒരു ആനക്കൂട്ടം ഒരു ആനക്കൂട്ടം വന്നു കഴിഞ്ഞാൽ ഒരു ഈ പറഞ്ഞ ആർട്ടിഫിഷ്യൽ കുളമൊക്കെ അപ്പം തീരും. മൊത്തത്തിൽ പറഞ്ഞാൽ സാറ് കാട്ടിലാണ് കൂടുതൽ കാലം 36 വർഷത്തിൽ കൂടുതലും സ്പെൻഡ് ചെയ്തത്. അത് വളരെ ഒരു നല്ല ഓർമ്മകളാണ് എനിക്ക് നൽകിയിട്ടുള്ളത്. 2 തരത്തിൽ സാധിച്ചു. ഒന്നെ ഫിസിക്, ഇപ്പോഴും ഈ കാട്ടിൽ കയറാനും അതിന്റെ ഒരു ഫിസിക് ഇപ്പോഴും നിലനിൽക്കുന്ന. ഒരു പക്ഷേ കാട്ടിൽ ജോലി ചെയ്തുകൊണ്ടാവാം, അല്ലെങ്കിൽ ഒരു കസേരയിൽ തന്നെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇരുന്ന് കഴിഞ്ഞാൽ റിട്ടയർ ചെയ്യാൻ നേരത്തെ ഒരു പിടി ഗുളികയായിട്ടാണ് ഇറങ്ങാൻ പറ്റുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം വെച്ചാൽ കാടിനെ കുറിച്ച് വളരെ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കാനുള്ള അവസരം കിട്ടി അല്ലേ? പ്രാക്ടിക്കൽ സൈഡും തിയറി സൈഡും ഒരുപോലെ തന്നെ. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഇൻഡെപ്ത് പോകണമെന്ന് തോന്നുള്ളൂ. മറ്റുള്ളവർക്ക് ഇതിൽ എങ്ങനെയെങ്കിലും ജോലിക്ക് വരുമ്പോൾ പിന്നെ അവരുടെ താല്പര്യങ്ങൾ വേറെ ലൈനിലോട്ട് തിരിയും. അതുകൊണ്ടാണ് അതിന്റെ ഒത്തിരി ചെറുപ്പക്കാരൊക്കെ താല്പര്യമുള്ള ഈ മേഖലയിലോട്ട് വരുന്നുണ്ട്. പുതിയ ചെറുപ്പക്കാരൊക്കെ താല്പര്യത്തോടെ വരുന്നുണ്ട്. പ്രതീക്ഷയ്ക്ക് വകയുണ്ട് അല്ലേ സാർ? നമ്മൾ ഇപ്പൊ ഈ ഫോറസ്റ്റിൽ ജോലി ചെയ്യുമ്പോൾ ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തടിമോഷണം പിടിക്കുക ഇങ്ങനെയൊക്കെയുള്ള ജോലി നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ കാട്ടുതീ തടയുക പോലെയുള്ള ജോലികളും ഇല്ലേ? ഉണ്ട്. അപ്പൊ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ വളരെ സ്ട്രെയിൻ ഉള്ള ഒരു ജോലിയല്ലേ? സ്ട്രെയിൻ ഉള്ള ജോലിയാണ്. മാത്രമല്ല ഈ വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗ് എല്ലാ മാസവും നടത്താറുണ്ട്. എത്രയെങ്കിലും വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു മീറ്റിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്, കാറ്റിൻ്റെ ദിശ അറിയാനായിട്ട് എയർപോർട്ടിലൊക്കെ വെക്കുന്ന പോലെ മറ്റേ ലെങ്തി ബാഗ് വെക്കണം, കാട്ടിൽ ഫയർ പ്രോൺ ആയിട്ടുള്ള സ്ഥലത്ത് വെക്കണമെന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ ഉന്നതോദ്യോഗസ്ഥർ പറഞ്ഞിട്ടുള്ളത് കാട്ടിനകത്തൊന്നും എയർപോർട്ട് ഉണ്ടാക്കാൻ ഉടനെ തീരുമാനമില്ല, അതുകൊണ്ട് വേറെ വല്ലതും പറഞ്ഞാൽ മതി എന്നാണ്. പക്ഷേ
അത് വെച്ചിരുന്നെങ്കിൽ നമുക്ക് തടയാമായിരുന്ന ഒരു ദുരന്തം ഒരിക്കൽ തൃശ്ശൂർ ജില്ലയിലുണ്ടായി. 3 ഉദ്യോഗസ്ഥർ തീ എടുത്താൻ പോയവർ ഈ കാറ്റിൻ്റെ ദിശ മാറിയപ്പോൾ അതിനകത്തായിപ്പോയി വെന്ത് മരിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് 4-5 വർഷം മുമ്പ്. തീ തിരിഞ്ഞു അല്ലേ? തീ ഇങ്ങനെ ആളി കത്തി മേളി പോകുമ്പം ആ കാറ്റിനനുസരിച്ച് ഇതൊരു കൊടുങ്കാറ്റ് പോലെ ഇങ്ങനെ ചുഴറ്റി അടിക്കും. ചുഴറ്റി അടിച്ചതിൽ ഇവര് 4 വശത്തും തീയായി. സാർ, അപ്പൊ ഇത് സാറിന് ഈ ആശയം വന്നത് എങ്ങനെയാണ്? ഇതുപോലെ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടാണോ? ആശയം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഓരോ അതായത് ഇപ്പോൾ ഈ പല വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കും അറിഞ്ഞൂടാത്ത ഒരു കാര്യമാണ് ഈ കാറ്റെന്ന് പറയുന്നത്. കാറ്റിൻ്റെ എടുത്തു പറയാവുന്ന ഒരു ഇതാണ് ഈ കാട്ടുതീ. കാട്ടുതീ പോലെ തന്നെ പ്രധാനമുള്ളതാണ് ഈ കടുവ. കടുവ ഇരയെ പിടിക്കാൻ പോകുന്നത് കാറ്റിനെതിരെ പോവുള്ളൂ. കാറ്റിൻ്റെ സൈഡിൽ പോയി കഴിഞ്ഞാൽ ഇരയ്ക്ക് മനസ്സിലാവും, കടുവയുടെ സ്മെല്ല് ഇരയ്ക്ക് കിട്ടും. അപ്പോൾ അതെന്ന് പറയുന്നതൊക്കെ ഫണ്ടമെൻ്റലായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതുപോലും അറിഞ്ഞൂടാത്ത ഉദ്യോഗസ്ഥർ ഒരുപാട് പേരുണ്ട്. മൃഗങ്ങൾ ആനിമൽ ബിഹേവിയർ നമ്മളവിടെ ആനിമൽ ബിഹേവിയർ എന്ന് പറയുന്ന നമ്മുടെ 5 ഇന്ദ്രിയങ്ങളും ഒരുപോലെ വർക്ക് ചെയ്താലേ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് രക്ഷപ്പെടാൻ ഒക്കെയുള്ളൂ, വനം വകുപ്പിൽ സർവ് ചെയ്യാനൊക്കെ ഉള്ളൂ. നമുക്ക് വനത്തിൻ്റെ ഭാഷ മനസ്സിലാവും. കാര്യം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ കുരങ്ങൻ കാട്ടിലൂടെ പോകുമ്പം കുരങ്ങൻ മരത്തിയിരിക്കുകയാണ്. അപ്പോൾ കുരങ്ങൻ നമുക്ക് പറഞ്ഞു തരും, കടുവ പോകുന്നു, പുലി പോകുന്നു. കടുവ പോകുമ്പോഴും പുലി പോകുമ്പോഴും വേറെ വേറെ സൗണ്ടാണ് ഉണ്ടാക്കുന്നത്. പുലി പോകുമ്പം എന്ന് പറഞ്ഞ് ഒറ്റ സൗണ്ട് ഉണ്ടാക്കും. കടുവയാണെങ്കിൽ 2 സൗണ്ട് ഉണ്ടാക്കും. അവന്റെ സൗണ്ടിൽ നിന്ന് നമുക്കറിയാം എവിടെ പുലിയോ കടുവയോ ഉണ്ടെന്നുള്ളത്. അത് കാടിന്റെ ഭാഷയാണ്. അതുപോലെ ഒരിക്കൽ വാഴച്ചാലിൽ ഇരിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് കാട്ടിനകത്തൂടെ പോവുകയാണ്. കുറേ ദൂരം പോയപ്പോൾ ഒരു അമറൽ കേട്ടു. ഞാൻ നിന്നപ്പോൾ മനസ്സിലായി ഏതോ മൃഗം എന്നെ കണ്ടു. അപ്പോൾ ഒരു സ്റ്റെപ്പ് കൂടെ ഞാൻ മുന്നോട്ട് വെച്ചപ്പോൾ ഒന്നുകൂടെ അമറി. ഞാൻ അപ്പോഴേ സ്റ്റെപ്പ് പുറകോട്ട് വെച്ചു, തിരിഞ്ഞ് നടന്നു. അത് ഒന്നീ പുലി ആയിരിക്കാം, അല്ലെങ്കിൽ കടുവയായിരിക്കും. അതൊരു പക്ഷേ ഒരു നല്ല ഡിസ്റ്റൻസിലായിരിക്കും. എനിക്കതായാലും അതിനെ കാണാൻ പറ്റിയില്ല. പക്ഷേ സൗണ്ട് കേട്ട് എനിക്ക് മനസ്സിലായതുകൊണ്ട് എനിക്ക് തിരിച്ചു പോകാൻ പറ്റും. അവന്റെ ടെറിട്ടറി കയറണ്ടെന്നാണോ? അവന്റെ ഒരു സേഫ് ഡിസ്റ്റൻസിനകത്ത് ആവുമ്പോഴാണ് അവൻ നോട്ടീസ് തരുന്നതാണ്. ഫസ്റ്റ് നോട്ടീസാണ്. അപ്പോൾ ഡയറക്ഷൻ കൺഫേം ചെയ്യാനാണ് ഞാൻ ഒരു സ്റ്റെപ്പ് കൂടെ വെച്ചത്. അപ്പോൾ വെച്ചപ്പോൾ തന്നെ ഞാൻ തിരിച്ചു വെച്ചു. ഇതേപോലെ പക്ഷികളുണ്ട്, പക്ഷികളും നിലയ്ക്കും. പക്ഷേ ഈ കുരങ്ങന്മാരാണ് ഭയങ്കര ഗ്രൂപ്പായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓരോ പക്ഷിയുടെ ഒന്നും മനസ്സിലാക്കാം. മാത്രമല്ല, റാന്നി വർക്കിംഗ് പ്ലാൻ ശരിയാക്കുമ്പോൾ അതിൽ നമ്മുടെ ഞാറ്റുവേലയുമായിട്ട് ബന്ധപ്പെടുത്തി കാടിന് എന്തെല്ലാം മാറ്റം വരുന്നു എന്ന് പോലും ഞാൻ എഴുതിയിട്ടുണ്ട്. ഓരോ മരത്തിനും തളിരില വരുന്നത് ഒരു പ്രത്യേക ഞാറ്റുവേലയ്ക്കാണ്. ഓരോ മരം പൂക്കുന്നത് ഒരു ഞാറ്റുവേലയ്ക്കാണ്. ഇപ്പോൾ ബോട്ടണിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു മരം ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ അയാൾക്ക് അതിൻ്റെ ഇല വേണം, ഇല എങ്ങനെ അതിൽ വിന്യസിച്ചിരിക്കുന്നു എന്നറിയണം, പൂ വേണം, കാ വേണം. ഇത്രയും ഉണ്ടെങ്കിലേ ഒരു ബോട്ടണിസ്റ്റിന് ഒരു മരം ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒക്കുകയുള്ളൂ. ഒരു ഡിസംബർ മാസം അവസാനം ഫയർ ലൈനൊക്കെ നോക്കാനായിട്ട് നമ്മൾ പോകുമ്പം 5 കിലോമീറ്ററിൻ്റെ അപ്പുറത്ത് ഇലവ് നിൽക്കുകയായിരിക്കും. ഇലവിന് ഒരു ഇലയും കാണൂല, നിറച്ച് ചുവന്ന പൂവായിരിക്കും. ഈ ഡിസംബർ മാസം അവസാനം ചുവന്ന പൂ കാണുന്ന ഇലവാണ്. 5 കിലോമീറ്റർ ദൂരെ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിന് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അല്ല, ഇത് നമ്മൾ സർവീസിൽ കയറിയതിനു ശേഷം പ്രാക്ടിക്കലായിട്ട് ഫീൽഡിൽ പോയി പഠിക്കുന്നതല്ലേ? ഇത് പലപ്പോഴും നമ്മുടെ ഒബ്സർവേഷൻസ് ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് ഈ നമ്മുടെ പൂർവികരുടെ അറിവുമായിട്ട് കോർത്തിണക്കിയതാണ് ഈ പറഞ്ഞ. ഞാൻ 2 തരത്തിൽ കേട്ടിട്ടുണ്ട്. ചില ആളുകൾ പറയാറുണ്ട് ഈ വന്യമൃഗങ്ങൾ അതിനോട് സ്നേഹം കാണിക്കുകയാണെങ്കിൽ അത് വളരെ നമ്മളോട് സ്നേഹത്തിൽ പെരുമാറുന്നത്. അങ്ങനെ സ്നേഹത്തിൽ പെരുമാറുന്നതല്ല. അതിൻ്റെ ആ വിഷയത്തിലോട്ട് വരുമ്പോൾ വേറൊരു പോയിന്റാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഫെറോമോൺ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ഫെറോമോൺ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തർക്കും വേറെ വേറെ ഫെറോമോണാണ്. വിയർക്കുമ്പം ഒരു സ്മെല്ല് ഇവിടെ വരുന്നതാണ് ഈ ഫെറോമോൺ എന്ന് പറയുന്നത്. കാട്ടിൽ കൂടെയുള്ള വഴികളെല്ലാം തന്നെ
ആന പോയ വഴിയിൽ കൂടെയാണ് ബാക്കിയുള്ള എല്ലാ മൃഗങ്ങളും സഞ്ചരിക്കുന്നതും ഫോറസ്റ്റ് സ്റ്റാഫ് സഞ്ചരിക്കുന്നതും. ഒരാൾ ഒരു 100 മീറ്റർ നടക്കുമ്പോഴേക്കും അയാൾ വിയർത്തു തുടങ്ങും. ഇയാളുടെ വിയർപ്പ് പോകുന്ന വഴിയിലുള്ള ചെടിയിലും എല്ലാം ഈ കൈയുടെ ഇത്രയും ഭാഗം എക്സ്പോസ്ഡ് ആണല്ലോ. അപ്പൊ കൈ വീശി നടക്കുമ്പോൾ ഇതെല്ലാം ഈ ഇലയിലെല്ലാം പതിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫോറസ്റ്റുകാരൻ പോയ വഴിയെ കൂടെയാണ് മറ്റു മൃഗങ്ങളും, ആന പോയ വഴിയെ ഫോറസ്റ്റുകാരൻ പോകുന്നു, ഫോറസ്റ്റുകാരൻ പോയ വഴിയെ മറ്റു മൃഗങ്ങളും വരുന്നു. അപ്പൊ അവർക്ക് ഈ സ്മെല്ല് ഫെമിലിയർ ആണ്. സ്മെല്ല് ഫെമിലിയർ ആയതുകൊണ്ട് അവര് ഒരു പക്ഷേ നമ്മൾ അതിനെ കാണുന്നതിന് മുമ്പേ തന്നെ അത് നമ്മളെ തിരിച്ചറിയുമ്പം ഒരു 60% മൃഗങ്ങളും അതിൻ്റെ ഡയറക്ഷൻ മാറ്റി അങ്ങ് പൊക്കോളൂ. ഇപ്പോൾ പലരും മൃഗങ്ങളെ കാണാത്തതെന്ന് പറഞ്ഞാൽ ഈ മരത്തിൻ്റെ അപ്പുറത്തൊരു മൃഗം നിൽപ്പുണ്ടെങ്കിൽ സാധാരണ ആളുകൾ ഈ ഫസ്റ്റ് ട്രീ വരെ നോക്കുള്ളൂ, അപ്പുറത്തോട്ട് നോക്കില്ല. ഒരു എക്സ്പീരിയൻസ്ഡ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കണ്ണ് എത്തുന്നത് വരെ 10-30 മരം പുറകോട്ട് വരെ നോക്കും. മനസ്സിലായി. അതായത് ഒരു പച്ചിലപ്പാമ്പ് ഇലയിൽ ചുറ്റി നിന്നാൽ കണ്ണിപ്പെടുന്നവനാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ. അത്രയും അതാണ് ആദ്യമേ പറഞ്ഞത്. അപ്പൊ അതുപോലും ഒരു അനക്കം കൊണ്ട് പെട്ടെന്ന് കണ്ണുകൊണ്ട് അത് ഐഡന്റിഫൈ ചെയ്യുന്നവനാണ് ഒരു എഫിഷ്യന്റ് ഫോറസ്റ്റ് ഓഫീസർ. സാർ ഒരു കാര്യമാണ്, എന്നോട് ഇവിടെ ഈ കാട് ഇപ്പൊ ഇവിടെ ഈ മിയാവാക്കി വെക്കാൻ വരുന്നവരെല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യം, ഇവിടെ പാമ്പ് കടിക്കുകയല്ലേ, പാമ്പുണ്ടോ, പാമ്പ് വരികയല്ലേ എന്നൊക്കെയാണ്. ഞാൻ അവരോട് പറയാറുണ്ട്, കേരളത്തിൽ ഇപ്പൊ ഈ ഉത്സവ സ്ഥലത്തും വനത്തിലും എല്ലാം കൊണ്ട് ആന കുത്തി 40-50 പേര് മരിക്കുന്നുണ്ട്, പാമ്പ് കടിച്ച് 10-25 പേരെ മരിക്കുന്നുള്ളൂ, കാർ ഇടിച്ച് 4000 പേര് മരിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. സാർ ഈ ഫോറസ്റ്റിലൂടെ ഇത്രയും 36 കൊല്ലം ഫോറസ്റ്റ് ജീവിച്ച ആളാണ്. അപ്പൊ ഈ പാമ്പിന്റെ ഒരു ഇത് കാട്ടില് ഫീൽ ചെയ്തിട്ടുണ്ടോ? സത്യം പറഞ്ഞ കാട്ടിനകത്ത് ഞാൻ ഒരു പാമ്പിനെയും കണ്ടിട്ടില്ല. പക്ഷേ പലരും പറയുന്നത് പാമ്പ് ഈ നടന്നു പോകുന്ന വഴിക്ക് കുറുക്കെ കിടക്കുമെന്നാണ്. കുറുക്കെ കിടക്കുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ ആന താരകളിലെല്ലാം ഉച്ചയാകുമ്പോൾ വെയിൽ തറയെ കിട്ടും, ശരീരത്ത് വെയിൽ കൊള്ളാൻ വേണ്ടിയാണ് ഇത് കുറുക്കെ കിടക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഭാഗ്യവശാൽ ഇതുവരെയും ഒരു പാമ്പിനെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല. അതല്ല നമ്മുടെ ഫോറസ്റ്റ് പാമ്പ് കടിച്ച ആളുകൾ മരിക്കുന്ന ഒരു സംഭവം അങ്ങനെ ഇല്ല. വളരെ അപൂർവമല്ലേ. മാത്രമല്ല ഫോറസ്റ്റിൽ പാമ്പ് കടിച്ച് കഴിഞ്ഞാൽ അത് ഒരു നിയറസ്റ്റ് മെഡിക്കൽ സെന്ററിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മരിച്ച് പോവും. അത് ഒന്ന്. രണ്ട്, അവിടെ കാട്ടിൽ ഉള്ള ട്രൈബൽസ് പാമ്പ് കടിച്ച് മരിക്കുന്നത് വളരെ വിരളമാണ്. കാരണം അവർക്ക് ഒരു മരുന്നുണ്ട്, അണലി വേഗം എന്ന് പറഞ്ഞൊരു മരമുണ്ട്. അണലി വേഗത്തിൻ്റെ മരം എന്ന് പറയുന്നത് അതിൻ്റെ അടുത്തൂടെ പാമ്പ് പോയാൽ പോലും അവിടെ ബോധം കെട്ട് വീണ് കിടന്നു പോകും. അത്ര വീര്യമുള്ളൊരു മരമാണ്. അപ്പൊ നമ്മുടെ പക്ഷേ ഈ തീപ്പാലയാണ് അണലി വേഗം പലരും തരുന്നത്. ഞാനിവിടെ ഒരെണ്ണം കൊണ്ട് വെച്ചായിരുന്നു. അത് ഞാൻ നോക്കാം. അതിന്റെ ബാർക്ക് എടുത്തിട്ട് അത് ട്വിസ്റ്റ് ചെയ്ത് ഒരു തുള്ളി ഈ മുറിവ് ഇറ്റിച്ചാൽ വിഷം ഏക്കൂല. അതിന്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ഇപ്പൊ 1 ലിറ്റർ പാൽ, പാമ്പിന് വിഷം എന്ന് പറയുന്ന പ്രോട്ടീനാണ്. 1 ലിറ്റർ പാലില് 1 തുള്ളി നാരങ്ങ നീര് മതി പിരിഞ്ഞു പോകാനായിട്ട്. ഇത് പിരിയാൻ. പ്രോട്ടീൻ അല്ലാതായ വിഷമല്ല. ഈ വിഷം ഈ പാലിന്റെ ഐറ്റം എവിടെയൊക്കെ ഉണ്ടോ അതെല്ലാം പിരിയും. 1 തുള്ളി മതി. അതാണത്. അത് മാത്രമല്ല ഇതിന്റെ രൂക്ഷഗന്ധമാണ്. ഇപ്പൊ ഇത് കയ്യിൽ എന്നിട്ട് കയ്യിൽ തേച്ച് പിടിച്ചിട്ട് രാജവെമ്പാലയെ പോയി ഇങ്ങനെ കഴുത്തിന് പിടിക്കാം. എന്നാണ് അതിന്റെ ഒരു കാര്യം. ഈ സ്മെല്ല് അടിച്ചു കഴിഞ്ഞാൽ അവൻ ട്രാങ്കുലൈസ്ഡ് ആയി. പിന്നെ അവൻ ബളം ഉണ്ടാക്കിയില്ല. അവൻ ട്രാങ്കുലൈസ്ഡ് ആണെന്ന് ഇതിനെ കുറിച്ച് അറിയാവുന്നവർക്ക് അറിയാം. ഈ ആന എങ്ങനെയാണ് സാർ? ഈ ആന ഒറ്റയ്ക്കല്ലാതെ കൂട്ടമായിട്ട് വരുമ്പോൾ ഞാൻ കണ്ടുള്ള ഈ ടൂറൊക്കെ പോകുമ്പോൾ ആളുകൾ ആനയുടെ അടുക്കലോട്ട് ചെല്ലുകയും 3-4 പ്രാവശ്യം അതിനെ ഇറിറ്റേറ്റ് ചെയ്യുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ. അതല്ല, അത് ഈ പ്രശ്നം ഉണ്ടാകുന്ന എങ്ങനെയാന്ന് പറഞ്ഞാൽ മൃഗങ്ങളുടെ ഒരു സ്വഭാവ രീതി പലർക്കും അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളിൽ ചെന്നപ്പെടുന്നത്. ഇപ്പം നമ്മളൊരു പരിചയമില്ലാത്തൊരു വീട്ടിൽ ചെന്ന് ഗേറ്റ് തുറക്കുന്നു, പട്ടി ഉണ്ടെങ്കിൽ പട്ടി ഒന്നും കുരയ്ക്കും. പട്ടി കുരയ്ക്കുന്ന എന്തിനാണ്? നമുക്കൊരു നോട്ടീസ് തരാണ്, ഞാൻ ഇവിടെ ഉണ്ട്, സൂക്ഷിച്ച് കയറണം എന്നുള്ളതാണ്. അത് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ ഗേറ്റ് തുറന്ന് ഒരടിയും കൂടെ വയ്ക്കും. ഒരടിയും കൂടെ വയ്ക്കുമ്പോഴത്തേക്ക് കിടന്നവൻ എണീക്കും. പിന്നെ ഒരടിയും കൂടെ വെക്കണമെങ്കിൽ അവൻ ചാടിഞ്ഞ് വരും. അപ്പൊ കിടന്നവൻ എണീക്കുമ്പോഴെങ്കിലും നമ്മളൊരു സ്റ്റെപ്പ് ബാക്കി വെച്ച് കഴിഞ്ഞാൽ അവൻ അവിടെ നിന്നോളും.
ആ ഒരു കാര്യം നമ്മൾ ചെയ്യാറില്ല. ആ ഒരു കാര്യം ചെയ്യാറില്ല എന്ന് പറഞ്ഞാൽ പലരും ആനയെ ഒരു ഡിസ്റ്റൻസിൽ കാണുമ്പോഴത്തേക്ക് അവർ വിചാരിക്കും എന്നാ ഒരു ഫോട്ടോ എടുക്കാം. ഈ ഫോട്ടോയിൽ ഫ്ലാഷും കൂടെ ഉണ്ടെങ്കിൽ അവൻ ഇരുട്ടിടാവും. ശരിയാണ്. ആ, അത് മാത്രമല്ല ഈ പേടിക്കുമ്പോഴാണ് നമ്മുടെ ഫെറോമോൺ കൂടുതൽ ലിബറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കൊച്ചുകുട്ടികളെ കാണുമ്പോൾ പട്ടി കുരയ്ക്കുന്നത്. കൊച്ചുകുട്ടികൾക്ക് ഇതിനെ കാണുമ്പോൾ പേടിയാവുമ്പം ഈ ഫെറോമോൺ ലിബറേറ്റ് ചെയ്യും. ഫെറോമോൺ ആണ് പട്ടിയെ അജിറ്റേറ്റഡ് ആക്കുന്നത്, പട്ടി കുരയ്ക്കും. ഈ ലോകത്തെ കണക്ക് നമ്മൾ എടുക്കുമ്പോഴേ 10,000 വർഷം മുമ്പ് 6.1 ബില്യൺ ഹെക്ടർ ഫോറസ്റ്റ് ഉണ്ടായിരുന്നു പറയുന്നത്. അത് 8,800 വർഷം, അതായത് 120 വർഷം മുമ്പ്, അതായത് 8,000 വർഷം കൊണ്ട് 1.1 ബില്യൺ കുറഞ്ഞു. ഈ 6.1 നിന്നും അത് 5 പോയിന്റ് ആയിട്ട് കുറഞ്ഞു. കഴിഞ്ഞ ഒരു 120 വർഷം, അതായത് 1900 മുതൽ 2023 വരെയുള്ള വർഷം കൊണ്ട് വീണ്ടും ഒരു 1.1 ബില്യൺ കുറഞ്ഞു. അതായത് ആദ്യം 8,000 വർഷം കൊണ്ട് കുറഞ്ഞ അത്രയും ഫോറസ്റ്റാണ് ഇപ്പം ഈ 120 വർഷം കൊണ്ട് കുറഞ്ഞിരിക്കുന്നത്. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള, വളരെ വേഗത്തിലുള്ള ഒരു വനനശീകരണം പലതരത്തിലുള്ളത് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ കേരളത്തിലെ വനങ്ങളുടെ ഭാവിയെ കുറിച്ച് സാറിന്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ തോന്നുന്ന അഭിപ്രായം എന്ന് പറയാം, എന്തായിരിക്കും, എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പോൾ നമ്മൾ വിദേശ സസ്യങ്ങൾ വെച്ച് പിടിപ്പിച്ചത് കൊണ്ട് ഉള്ള ദൂഷ്യവശങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് യൂക്കാലിപ്റ്റസ്, അക്കേഷ്യ, വാറ്റിൽ മുതലായവ എത്രയും പെട്ടെന്ന് വനഭൂമികളിൽ നിന്ന് മാറ്റാനുള്ള കഠിന യത്നത്തിലാണ്. ഇനി നമ്മളൊന്നും വെച്ച് പിടിപ്പിച്ചില്ലെങ്കിൽ പോലും കേരളത്തിൻ്റെ ഒരു കാലാവസ്ഥാ പ്രത്യേകത അനുസരിച്ച് 2000 തൊട്ട് 3500 മില്ലിമീറ്റർ വരെ വാർഷിക മഴ ലഭ്യതയുണ്ട്. അത് മാത്രം മതി ചെടികൾക്ക് യഥേഷ്ടം വളർന്നു വരാൻ. പ്രത്യേകിച്ചൊന്നും നട്ടിട്ടില്ലെങ്കിൽ പോലും അതാത് പ്രദേശത്തെ മരങ്ങളിൽ നിന്നും വിത്ത് വീണ് യഥേഷ്ടം നമുക്ക് വനം പുനരുജ്ജീവിപ്പിച്ച് വരാം. പക്ഷേ ഇവിടെ 2 ഇഷ്യൂ ഉണ്ട്. ഒന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മോണോക്രോപ്പ് ആക്കിയ സംസ്ഥാനങ്ങൾ നമ്മളിപ്പോൾ തെങ്ങായാലും അതുപോലെ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വഴി വെച്ച മരങ്ങളാണെങ്കിലും തേയില കൃഷിയാണെങ്കിലും ഇതെല്ലാം കൂടെ ലക്ഷക്കണക്കിന് ഏക്കർ വനഭൂമിയാണ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതൊന്ന്. രണ്ടാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ റബ്ബർ തോട്ടത്തിൽ വന്ന പയറിന്റെ വള്ളി, അതുപോലെ നമ്മൾ നഴ്സറിയിൽ കൊണ്ടുവച്ച ചില ചെടികള്, കൃഷിക്ക് കളയിടാനും മറ്റേ പുതയിടാനും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നൈട്രജൻ കൊടുക്കാനൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന ചില സാധനങ്ങൾ. അപ്പൊ ഇങ്ങനെ ഒരുപാട് ഈ എക്സോട്ടിക് പ്ലാന്റ്സ് കേരളത്തില് നമ്മൾ വെച്ചുപിടിപ്പിച്ചതും ഇപ്പൊ വലിയ കേരളത്തിലെ കാടുകൾക്ക് ഒരു വെല്ലുവിളിയായിട്ട് തീർന്നിരിക്കുകയാണ്. അപ്പൊ ഒരു സ്ഥലം വെറുതെ ഇട്ടാൽ സാധാരണ ഇത്രയും മഴയും വളവും കാടായിട്ട് മാറും. പക്ഷെ ഇവിടെ ഇപ്പൊ ഈ എക്സോട്ടിക് ഇത് വന്നുകൊണ്ട് ഈ ഇൻവേസീവ് പ്ലാന്റ്സ്, അധിനിവേശ സസ്യങ്ങൾ അതിനകത്തുണ്ട്. എക്സോട്ടിക് മാത്രമല്ല, എക്സോട്ടിക് വെളിയിൽ നിന്ന് വരുന്നതല്ലേ ഉള്ളൂ, ആ പ്രദേശത്ത് ചേരാത്തതേ ഉള്ളൂ. അത് അധിനിവേശമായിട്ട് ആക്രമിക്കുന്ന തരത്തിലുള്ള സസ്യം. അധിനിവേശ സസ്യങ്ങളിൽ പ്രധാനിയാണ് മൈക്കീനിയ. അത് നമ്മൾ വെട്ടിയാലും തല വെട്ടിയിട്ടതിന് തലേന്ന് പിന്നെയും വേര് മുളച്ചു വന്ന് മണ്ണിൽ ഇറങ്ങുന്ന ഒരു ചെടിയാണ്. അതുകൊണ്ട് അത് കംപ്ലീറ്റ് പിഴുതെടുത്ത് അത് വല്ല ജൈവ വളമായിട്ട് മാറ്റുന്ന ഒരു സ്റ്റേജ് വരെ എത്തിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് വെറുതെ വെട്ടിപ്പോയത് കൊണ്ട് മാത്രം. വള്ളി, മൈക്കീനിയ വള്ളി, അതിൻ്റെ ഒരു പീസ് ഒരു സ്ഥലത്ത് കിടന്നാൽ മതി. അത് ഇപ്പോൾ നമ്മുടെ പല തോട്ടങ്ങളും ഒരു 50 ഹെക്ടർ വരെ വ്യാപ്തിയുള്ള തോട്ടങ്ങളാണ്. അപ്പോൾ ഒരറ്റത്തുനിന്ന് വെട്ടി മറ്റേ അറ്റം വരെ എത്തുമ്പോഴത്തേക്ക് തന്നെ ഇവിടെ വെട്ടിയിട്ടതെല്ലാം വേറെ പിടിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇതൊരു പ്രത്യേക രീതിയിൽ തന്നെ ഇത് സംസ്കരിച്ചില്ലെങ്കിൽ ഇത് ഇങ്ങനെ കാലാകാലം ഒരു പ്രശ്നമായിട്ട് നിലനിൽക്കും. അപ്പൊ നമ്മുടെ ഈ പറഞ്ഞ വെള്ളത്തിന്റെയും വനത്തിന്റെയും ഒക്കെ ആനുകൂല്യം നമുക്കുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ചില അപകടങ്ങളും നമ്മുടെ മണ്ണിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. മാത്രമല്ല ഓരോ മണ്ണിനും അനുയോജ്യമായിട്ടുള്ള മരം വെക്കുന്നതിൽ എല്ലാ ഉദ്യോഗസ്ഥരും ജാഗരൂകരായി ഇരിക്കേണ്ടതുണ്ട്. നാട്ടുകാർക്ക് ഇതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ല. അവർക്കൊരു ഗ്രാഹ്യം ഉണ്ടാക്കണ്ടേ, കാരണം ഇത്ര ഏറിയ കിടക്കുന്നുണ്ട്. കാരണം നാട്ടുകാരാണ് ഈ പല സാധനങ്ങളും നമുക്ക് നല്ലതാണെന്ന് പറഞ്ഞ് ഇപ്പൊ ഈ മഹാഗണിയൊക്കെ പലയിടത്തും കൊണ്ട് വെച്ചുപിടിപ്പിച്ച നാട്ടുകാരാണ്. ഒരു തടി കിട്ടും, വലിയൊരു വില കിട്ടും എന്ന് പറഞ്ഞാൽ. ഇപ്പൊ അതുപോലെ തന്നെ പൊതുസ്ഥലങ്ങളിൽ മഹാഗണി വെച്ചുപിടിപ്പിക്കുക. കാരണം അത് എപ്പോ വേണേ മറിഞ്ഞു വീഴാവുന്ന ഒരു മരമായിട്ടാണ് പലയിടത്തും നിൽക്കുന്നത്. ഇപ്പൊ ബാംഗ്ലൂരൊക്കെ വലിയ തോതിൽ ഈ മരം മറിഞ്ഞു വീഴുന്ന ഒരു പ്രശ്നം വരുന്നുണ്ട്. അത് പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാൽ അവര് ഇടയ്ക്ക് ഈ മരം മുറിച്ച് കളയുന്നത് മടിച്ചിട്ട് അവര് വലിയ മരം മറ്റേ JCB ഒക്കെ ഉപയോഗിച്ച് പിഴുതെടുത്ത് വേറൊരു സ്ഥലത്ത് കൊണ്ടുവയ്ക്കും. അപ്പോഴും വലിയ വേരുകളെല്ലാം മുറിച്ചിട്ടാണ് ഇത് പിഴുതെടുക്കുന്നത്. ഇത് കൊണ്ടുവയ്ക്കുമ്പം ഈ വലിയ വേരുകളില്ല,
പുതുതായിട്ട് മുളച്ചു വന്ന വേരുകൾ കൊണ്ട് ഇതിനെ താങ്ങി നിർത്താനുള്ള ശേഷി അതിനില്ലാത്തതുകൊണ്ടാണ് മറിഞ്ഞത്. വിദേശ രാജ്യങ്ങളിൽ മരം വെക്കുന്ന സമയത്ത് അവരതിനെ ഒരു ശിഖരങ്ങളെല്ലാം വെട്ടി ഒരു കൂട്ടിലാക്കി ഒരു പ്രത്യേക രീതിയിൽ വളർത്തി എല്ലാം വെട്ടിക്കളഞ്ഞ് നല്ല രീതിയിൽ അത് കൊണ്ടുവരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മരം ഒരിക്കലും കാറ്റ് പിടിക്കുകയില്ല. അതിന്റെ വണ്ണം എന്ന് പറഞ്ഞാൽ ഒരു പോസ്റ്റിന്റെ വണ്ണമായിരിക്കും. അതുപോലെ ബ്രാഞ്ചസ് കാണുകയില്ല, പൊക്കം ഒരു 20 അടി കൂടുകയില്ല. അപ്പൊ അങ്ങനെയൊക്കെ റോഡിൽ വെക്കുന്ന അവർ വളരെ നിയന്ത്രിച്ച് നിർത്തുന്നുണ്ട്. അങ്ങനത്തെ ഒരു സംവിധാനം നമുക്കില്ല, നമ്മൾ ചെയ്യുന്നില്ല അത്. അല്ല, വിദേശ രാജ്യത്തൊക്കെ നമുക്കിപ്പോൾ നാട്ടിൽ സോഷ്യൽ ഫോറസ്ട്രിക്ക് ഇപ്പം തൈ വയ്ക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. 2 സൈഡിൽ കൂടെയും കേബിളാണ്. ഒരു സൈഡിൽ ഇലക്ട്രിക്കും ഒരു സൈഡിൽ ടെലിഫോണും പിന്നെ ഈ കേബിളും റിലയൻസിൻ്റെ കേബിള് ഇതെല്ലാം കാരണം മരം വയ്ക്കാൻ സോഷ്യൽ ഫോറസ്ട്രിക്ക് അവന്യൂ പ്ലാന്റേഷൻ നടത്താൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. അത് ഈ സ്മാർട്ട് സിറ്റി പ്രോജക്റ്റുകളെല്ലാം നടപ്പിലാവുമ്പം മെച്ചപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ സാർ. സോഷ്യൽ ഫോറസ്ട്രി വിഭാഗത്തിൽ വർക്ക് ചെയ്തിരുന്നപ്പോൾ പലപ്പോഴും ലൈനിൻ്റെ അടിയിൽ പരമാവധി 3 മീറ്റർ വരെ മാത്രമേ പൊക്കം വയ്ക്കൂ എന്നുള്ള മരങ്ങൾ പലതും നട്ടിരുന്നു. ഉദാഹരണമായി പറഞ്ഞാൽ കരിനൊച്ചി, മൈലാഞ്ചി, ഡിവി എന്ന് പറഞ്ഞൊരു ചെടിയുണ്ട്, സിസാൽപീനിയ കൊറിയേറിയ. നല്ല സുഗന്ധമാണ് അതിൻ്റെ മണം. ഒട്ടത് നല്ല കുട പിടിച്ച പോലെ നിൽക്കും. അപ്പോൾ ഇതെല്ലാം തയ്യാറാക്കി വെച്ചിട്ട് ഇതിൻ്റെ തൈ പലരും ആവശ്യക്കാർ വന്ന് എൻ്റെ നഴ്സറിയിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുമായിരുന്നു. അത് നല്ല, ഇനി കുറെ കഴിഞ്ഞ് ഇതൊക്കെ അണ്ടർഗ്രൗണ്ട് ആവുമായിരിക്കും. കേബിളുകൾ വലിയ തടസ്സം തന്നെയാണ്. കേബിൾ ഉള്ളിടത്ത് ചെയ്യാവുന്നതാണ്. 3 മീറ്ററിന് കൂടുതൽ ഉയരം വയ്ക്കാത്ത മരങ്ങളെ തെരഞ്ഞെടുത്ത് വയ്ക്കുക. കുറെ അധികം കാര്യങ്ങൾ സാർ പറഞ്ഞു തന്നു. ഇതിൽ കുറെയൊക്കെ എനിക്ക് മനസ്സിലായി, കുറെ മനസ്സിലാവാറുണ്ട്. പക്ഷെ എങ്കിലും ഒരു കേൾക്കുന്നവർക്ക് ഒരു പുതിയ ഒരു തോട്ട് പ്രോസസ്സ് തുടങ്ങാനുള്ള ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് ഇത് വളരെ വലിയൊരു ഉപകാരമായ ഒരു കാര്യമാണ്. കുറച്ചുകൂടെ വിശദമായിട്ട് പിന്നെ എപ്പോഴെങ്കിലും സമയം പോലെ നമുക്ക് 1-2 സംസാരിക്കണം. അപ്പോൾ ഇത് എന്തായാലും ഇത്രയും സാർ സമയം ഇതിനായിട്ട് ചെലവാക്കിയതിന് വളരെ സന്തോഷം. നന്ദി.